ബദർ ചരിത്രം വിശാലമായി പറയേണ്ടതാണ്. പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നതിനപ്പുറം വിശാലമായി പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം നമ്മൾ വിശദീകരിക്കുന്നത്. ചരിത്രം നിങ്ങൾ നല്ലതുപോലെ എഴുതി വെക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, അറിവി നിലാവിന്റെ റമദാൻ നിലാവിന്റെ നോട്ട് പുസ്തകം എടുത്തിട്ട് ബദർ നിലാവ് 1-ാം ഭാഗം ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം. ബദർ എന്നുള്ളത് ആ പേരിനെ കുറിച്ച് നമ്മൾ ചർച്ച നടത്താം. ബദറുൽ കുബറ എന്നൊരു പേരുണ്ട് ബദറിന്. ബദറുൽ കുബറ, ബദറുൽ ഉളുമ എന്ന മറ്റൊരു പേരുണ്ട്. ബദറുൽ ഉളുമ, ബദറു സാനിയ എന്ന് മറ്റൊരു പേരുണ്ട്. ബദറുൽ ഖിതാൽ എന്ന് വേറൊരു പേരുണ്ട്. ബദറുൽ ഫുർഖാൻ എന്ന് വേറൊരു പേരുണ്ട്. യുദ്ധം നടന്ന ആ സ്ഥലത്തിന്റെ പേരാണ് എന്ത്? ബദർ എന്നുള്ളത്. യുദ്ധം നടന്ന സ്ഥലത്തിന്റെ പേരാണ് എന്ത്? ബദർ എന്നുള്ളത്. അതെങ്ങനെയല്ലോ ഒരു നാടിന് അല്ലെങ്കിൽ ഒരാൾക്ക് പല പേരുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് എത്ര പേരുണ്ട്? കുറെ പേരില്ലേ? ചുരുങ്ങിയത് 2 പേരുണ്ടാവും അല്ലെ? ഒരു ഓമന പേര്. ഇപ്പൊ മലപ്പുറത്തൊക്കെ മാനുപ്പ, മാനു, കുട്ടിമാനെ, മാളുട്ടിയെ, അങ്ങനെ പല ഓമന പേരുണ്ടാവും. അപ്പൊ ഓരോ സ്ഥലത്തിനുണ്ടാവും ചിലപ്പോ അങ്ങനെ പേരുകൾ, ഓരോ സ്ഥലത്തിന്. അപ്പൊ ബദർ എന്നുള്ളത് ശ്രദ്ധിക്കുക, ബദർ നടന്ന ആ ഒരു സ്ഥലത്തിന്റെ പേരാണ് എന്ത്? യുദ്ധം നടന്ന ആ ഒരു സ്ഥലത്തിന്റെ പേരാണ് ബദർ എന്നുള്ളത് ചരിത്രം പറയുകയാണ്. മറ്റ് ചില ആളുകൾ പറയുന്നുണ്ട് ബദർ എന്നുള്ളത് ഒരു ചന്തയാണ്. പ്രാചീന കാലത്ത് അറബികൾക്കിടയിൽ പേര് കേട്ട ഒരു ചന്തയായിരുന്നു എന്ത്? ബദർ. എല്ലാ ദുൽഹിജ്ജ മാസം 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വാർഷിക ചന്ത നടക്കാറുണ്ട്. എവിടെ? ബദറിൽ വെച്ചിട്ട്. ചില ആളുകൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. എങ്ങനെ? ഇപ്പം ചില നാട്ടിലൊക്കെ കാണാം ചന്ത കാണാൻ കഴിയും. ചന്ത എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ചന്ത എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോ എടക്കര ചന്ത, ചേളാരി ചന്ത, അതേ പ്രകാരം മഞ്ചേരി ചന്ത, അങ്ങനെ പല സ്ഥലങ്ങളിൽ ചന്തകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എടക്കര ഞങ്ങളൊക്കെ പഠിച്ച യത്തീങ്ങാനിന്റെ അടുത്തുണ്ടായിരുന്നു എടക്കര ചന്ത. ഇപ്പൊ ഇവിടെ ഒതായി, ഞങ്ങളെ ഈ ഭാഗത്ത് ഒതായി ആഴ്ചയിൽ ഒരിക്കൽ ഒരു ചന്ത ഉണ്ടാവലുണ്ട്. എല്ലാ ആളുകളും കച്ചവട സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുക. ചിലപ്പോ നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാവും, ആഴ്ചയിൽ ഒരിക്കൽ ചന്ത ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചന്ത അറബികൾക്കിടയിൽ പ്രാചീന കാലത്ത് അഥവാ പഴയ കാലത്ത് അറബികൾക്കിടയിൽ ദുൽഹിജ്ജ മാസം 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചന്ത ബദറിൽ വെച്ച് നടന്നിരുന്നു. അങ്ങനെയാണ് അതിന് ബദർ എന്നുള്ള പേര് വന്നത് എന്നും ചില ആളുകൾ പറയുന്നുണ്ട്. എഴുതി വെക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. പിന്നെയോ അറബികൾ ഷാമിലേക്ക് പോകുന്ന സമയത്ത് വിശ്രമിക്കാൻ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഏത്? ബദർ എന്നുള്ളത്. അറബികളെ ഷാമിലേക്ക് യാത്ര പോകുന്ന സമയത്ത് വിശ്രമിക്കാൻ വേണ്ടി ഒരു ഇടം കാണും. കാരണം അവിടെ വെള്ളമുണ്ട്. ആ വെള്ളമുള്ള സ്ഥലം അവര് തെരഞ്ഞു പിടിച്ച് അവിടെ അവര് വിശ്രമിക്കും. ആ സ്ഥലമാണ് ബദർ എന്നുള്ളത് മറ്റു ചില ചരിത്രങ്ങളിലും കാണാൻ കഴിയും. അറബികളുടെ വിശ്രമ കേന്ദ്രമാണ് എന്നുള്ളതാണ്. അതേ പ്രകാരം ബദർ എന്നുള്ളത്, ബദർ എന്ന പേര് വരാൻ കാരണം അവിടെ ബദർ ബനു യഖ്ലത്ത് ബനു നളർ എന്ന ഒരാള് ബനു ലംറ ഗോത്രക്കാരൻ താമസിച്ചിരുന്നു. അദ്ദേഹം താമസിച്ച കാരണം കൊണ്ടാണ് ബദർ എന്നുള്ള പേര് വരാൻ കാരണമെന്ന് ചില ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഒരാള് ബദർ എന്ന പേരുള്ള ഒരാളവിടെ താമസിച്ചിരുന്നു. അതെങ്ങനെയാണല്ലോ ചില ആളുകൾക്ക് കണ്ടില്ലെങ്കിൽ ചില ആളുകളെ പേര് വെച്ചിട്ട് സ്ഥലം അറിയപ്പെടും. ഇപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാവും, നിങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ നമ്മളവിടെ അടുത്തുണ്ട് കമ്മതാജിപ്പടി, കുഞ്ഞിപ്പടി, അവിടെ അങ്ങനെയാണ്. ഇവിടെ പന്തല്ലൂര് ചിറ്റത്തുവാറ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു അമ്മായിപ്പടി, അവിടെ ഒരു പഴയ, അവിടെ ഒരു പ്രായമുള്ളൊരു അമ്മായി ഉണ്ടായിരുന്നു, മരിച്ചുപോയി, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ഞാനൊക്കെ എൻ്റെ അമ്മാവിന്റെ ഭാര്യന്റെ വീട്ടിലേക്ക് വിരുന്നിന് പോകുമ്പോൾ അവിടെയാണ് ബസ് ഇറങ്ങല്. ആ ബസ് ഇറങ്ങുന്ന സ്ഥലത്തിന്റെ പേര് തന്നെ അമ്മായിപ്പടി. അതിന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ ഓരോ പേരുണ്ടാവും, നിങ്ങളെ നാട്ടിലൊക്കെ ഓരോ പേരുണ്ടാവും അല്ലെ? ഓരോ വ്യക്തിനെ കൊണ്ട് ഹാജിയാർ പടി, അല്ലേ? അങ്ങനല്ലേ? ചില നാട്ടിലൊക്കെ അങ്ങനല്ലേ? ചില ആളുകളെ പേരുകൊണ്ട് അറിയപ്പെടുന്ന പടികളുണ്ട്. നിങ്ങളെ ഓരോ പേര് വെച്ചാണ്ട്, ഇനി നിങ്ങളെ ഓരോ പേര് വെച്ചാണ്ട് എന്ത് ചെയ്യണ്ട, പിന്നെ ഓരോ നാടുണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞുതരാം, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാവും അങ്ങനെ. അങ്ങനെ ബദർ എന്ന പേരുള്ള ഒരാൾ അവിടെ താമസിച്ചിരുന്നു. അങ്ങനെയാണ്
അങ്ങനെയാണ് എന്ത് പേര് വന്നത്? ബദർ എന്നുള്ള പേര് വന്നത്. അങ്ങനെ പല അഭിപ്രായങ്ങളും പറയുന്നത് കാണാൻ. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു കിണർ കുഴിച്ചിരുന്നു. ആ കിണറ്റിലേക്ക് ഇങ്ങനെ നോക്കിയാല് എന്തിനെ കാണാം? ബദറിനെ കാണാൻ കഴിയും, ചന്ദ്രനെ കാണാൻ കഴിയും ആ വെള്ളത്തിൽ. അങ്ങനെയാണ് ബദർ എന്നുള്ള പേര് അവിടെ വന്നത്. പല അഭിപ്രായങ്ങളും കാണാൻ കഴിയും. അത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഉംദത്തുൽ ഖാരിയിലെ ബഹുമാനപ്പെട്ട ബദ്റുദ്ദീൻ ഐനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അറബികളുടെ വ്യാപാര കേന്ദ്രമായിരുന്നു ബദർ. അഥവാ അവര് ഒരു സമ്മേളനം നടത്തുന്ന ഒരു വിശാലമായ സ്ഥലമാണ് ബദർ എന്നുള്ളത്. കാരണം അവിടെ കിണറുണ്ട്, ഉറവകളുണ്ട്, വെള്ളം വരുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഒരു വിശാലമായ, എല്ലാത്തിനും സൗകര്യങ്ങളുള്ള, ജനവാസം കുറഞ്ഞ ഒരു ഇടമാണ്. ആളുകളൊക്കെ കുറവാണ്, പക്ഷെ വെള്ളമൊക്കെ കിട്ടും. ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ബദർ എന്നുള്ളത് ചരിത്രം കാണാൻ കഴിയും. മദീനയിൽ നിന്ന് 120 കാതം മകലെ ബദർ സ്ഥിതി ചെയ്യുന്നത്. പവിത്രമായ ബദർ നടക്കുന്നത് ഹിജറ 2-നാണ്. എഴുതി വെക്കണം കേട്ടോ, ഹിജറ 2-നാണ് ബദർ യുദ്ധം നടക്കുന്നത്. ഹിജറ 2 റമദാൻ 17 വെള്ളിയാഴ്ച രാവിലെ. ബദറിലേക്ക് പോകുന്നത് പരിശുദ്ധമായ റമദാൻ 12-നാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, എന്താണ് ബദർ യുദ്ധം ഉണ്ടാവാനുള്ള കാരണം? ബദർ യുദ്ധം കരുതിയിട്ട് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു യുദ്ധത്തിന് കരുതിയിട്ടല്ല അള്ളാഹുവിന്റെ ഹബീബ് പോയത്. അങ്ങനെയാണോ? അങ്ങനെ ഒരിക്കലുമില്ല. ഒരു യുദ്ധം ചെയ്യണം, ശത്രുക്കളുമായിട്ട് ഒരു യുദ്ധം ചെയ്യണം. ശത്രുക്കളുമായിട്ടൊരു യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തണം എന്ന ഒരു ചിന്ത ആരെടുക്കലില്ല? മുത്തുനബിന്റെ അടുക്കലില്ല, സ്വഹാബത്തിന്റെ അടുക്കലില്ല. ഒരു യുദ്ധം മനസ്സിലേക്ക് കരുതിയിട്ടില്ല. പക്ഷെ എങ്ങനെ? ബദറിനൊരു കാരണമുണ്ട്. എന്താണ് കാരണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടിരിക്കണം. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ലോകത്തെ പ്രബോധനം തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബ് ജനങ്ങൾക്കും മുഴുവൻ ആളുകൾക്കും അൽ അമീനായി വളർന്ന ആളാണ്. എല്ലാവർക്കും അൽ അമീനാണ്, സത്യസന്ധനാണ്. ആരും മുത്തുനബിയെ ചീത്ത പറയൂല, ഒരാളും മുത്തുനബിയെ കുറ്റം പറയൂല. കാരണം അൽ അമീനാണ്, സത്യസന്ധനാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളിലേക്ക് പരിശുദ്ധ ദീനിന്റെ പ്രബോധനം അങ്ങ് തുടങ്ങിയ സമയത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശത്രുക്കൾ വർദ്ധിക്കാൻ തുടങ്ങിയത്. അള്ളാഹുവിന്റെ ഹബീബ് ദീനി പ്രബോധനം ആരംഭിച്ചു. കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് ദീനി പ്രബോധനം ആരംഭിച്ചു. നാട്ടുകാരെ വിളിച്ചിട്ട് അല്ലാഹു അഹദ് എന്ന ദീനി പ്രബോധനം നല്ല രൂപത്തിൽ മുത്തുനബി ആരംഭിച്ചപ്പോൾ അവിടെ മുതൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശത്രുക്കളായി. ഖുറൈശികൾ ആരംഭ റസൂലുള്ളാഹിനെ പരിഹസിക്കാൻ തുടങ്ങി. അവര് മുത്തുനബിയെ പരിഹസിത്തിന്റെ കണ്ണിലൂടെ മാത്രമായിരുന്നു പിന്നെ കണ്ടത്. അല്ലമീൻ എന്ന് വിളിച്ച നാവ് കൊണ്ട് മുത്തുനബിയെ ചീത്തവാക്ക് വിളിച്ചു, യതീമെന്ന് വിളിച്ച് പരിഹസിച്ചു. മുത്തുനബിയെയും മുത്തുനബിയുടെ അനുയായികളെയും കല്ലെറിയാൻ തുടങ്ങി. കാണുന്നിടത്തെന്നെല്ലാം മടിക്കാൻ തുടങ്ങി. എവിടെന്ന് മുത്തുനബിയെ കാണുന്നോ അവിടെന്ന് കല്ലെറിയാം, അവിടെന്ന് പരിഹസിക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപമാനിക്കാനുള്ള ഒരു അവസരവും ഖുറൈശികൾ നഷ്ടപ്പെടുത്തിയില്ല. എന്തേ കാരണം? അൽഹംദുലില്ലാഹ്, മുത്തുനബി എന്താ ചെയ്തത്? അവരോട് എന്തെങ്കിലും ചെയ്തോ? ഇല്ല. ദീനി പ്രബോധനം നടത്തി, ജനങ്ങൾക്ക് യഥാർത്ഥ ദീനിന്റെ പ്രബോധനം നടത്തി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരാളെ മുത്തുനബി വേദനിപ്പിച്ചിട്ടില്ല. പക്ഷേ ശത്രുക്കള്, ഖുറൈശികളായ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് ഒരു വിഭാഗം മുത്തുനബിയെയും മുത്തുനബിയുടെ അനുയായികളെയും ഒരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കാനും ചീത്ത വിളിക്കാനും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ഒരുങ്ങി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ട് മക്ക വിട്ട് മദീനയിലേക്ക് വന്ന ചരിത്രം നമുക്കറിയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചു. ഖുറൈശികൾക്ക് അത് പറ്റിയില്ല. ഖുറൈശികൾ വീണ്ടും പരിഹാസം തുടങ്ങി. മുത്തുനബിയെ മാത്രല്ല, ഖദീജ ബീവിയെയും മുത്തുനബിയെ ആരൊക്കെ അംഗീകരിച്ചോ അവരൊക്കെ ചീത്ത പറയാൻ തുടങ്ങി. അങ്ങനെ വല്ലാത്ത പ്രയാസങ്ങള്, പിന്നെ പീഡനത്തിന്റെ ദിനങ്ങളായിരുന്നു പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബിനും സ്വഹാബത്തിനും ഈ മക്കയിൽ നിന്ന് ഒരു മുറുക്ക് വെള്ളം കൊടുക്കരുതേ തീരുമാനിക്കാൻ അവര്. ഒരു പിടി ഭക്ഷണം കൊടുക്കരുത്, ആരും കൊടുക്കാൻ പാടില്ല. മുഹമ്മദിന് അനുയായികൾക്കും ആരും വെള്ളം കൊടുക്കരുത്, ഭക്ഷണം കൊടുക്കരുത്. ഇങ്ങനത്തെ ഒരു ചിന്ത, ഇങ്ങനത്തെ ഒരു തീരുമാനം അവർക്കിടയിൽ വന്നു. പിന്നെ പീഡനത്തിന്റെ ദിനങ്ങളായിരുന്നു. മുത്തുനബിയെ മാത്രമല്ല, ചരിത്രം പറയുന്ന മുത്തുനബിയെ പിന്തുണച്ചവർക്ക് വലിയ മർദ്ദനങ്ങളും പീഡനങ്ങളും അവിടുന്ന് ബഹിഷ്കരണങ്ങളും ഉപരോധങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഖുറൈശികൾ മുത്തുനബിക്കെതിരെ നടത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോഴൊന്നും തിരിച്ചടിച്ചില്ല. മുത്തുനബി തിരിച്ച് ചീത്ത പറഞ്ഞില്ല, തിരിച്ചവരാക്രമിച്ചില്ല. സ്വഹാബത്തിനോരം പറഞ്ഞു, സ്വഹാബ നിങ്ങൾ തിരിച്ചൊന്നും ചെയ്യണ്ട, ആക്രമിക്കണ്ട. ഖുറൈശികളായ മുത്തുനബിയുടെ ശത്രുക്കളെ എന്തെല്ലാം രൂപത്തിൽ പീഡനം ചെയ്തപ്പോഴും അപ്പോഴൊക്കെ മുത്തുനബി സൈലന്റ് ആയിട്ട് നിന്ന്, സ്വഹാബത്തും സൈലന്റ് ആയിട്ട് നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ തവാഫ് ചെയ്യാൻ വരുമ്പോ, സ്വഹാബത്ത് കഅബ തവാഫ് ചെയ്യാൻ വരുമ്പോ അബൂജഹലും കൂട്ടുകാരും അഥവാ ഖുറൈശികളായ ശത്രുക്കളെ സ്വഹാബത്തിനെ അവിടുന്ന് അടിക്കാനും അവിടുന്ന് മാറി നിന്ന് പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും തുടങ്ങി. ഭ്രാന്തന്മാരെന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങി. മുത്തുനബി അപ്പോഴും പ്രതികരിച്ചില്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുക്കൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലേക്ക് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിന്റെ പരിസരത്ത് നിസ്കരിക്കുമ്പോൾ, ഈ ചരിത്രം ഞാൻ തുടക്കം മുതൽ പറയുന്നത് എന്തിനാണ്, എന്തേ ബദർ യുദ്ധമുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പഠിക്കണം. മുത്തുനബിയും അനുയായികളും ഒരിക്കലും തന്നെ അങ്ങോട്ട് കയറി ചെന്നതല്ല. പിന്നെ ബദർ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അതിന്റെ ചരിത്രങ്ങളെല്ലാം നല്ലതുപോലെ നമ്മൾ പഠിച്ചെടുക്കണം. ഒരിക്കലും തന്നെ മുത്തുനബി പരിശുദ്ധമായ ദീനിനെ വാളുകൊണ്ട് പ്രചരണം നടത്തിയിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയവനുണ്ട്. ബദർ യുദ്ധം മുന്നിൽ കാണിച്ച് ജിഹാദ് നടത്തുന്നവനുണ്ട്. ബദർ യുദ്ധം മുന്നിൽ കാണിച്ചുകൊണ്ട് പാവപ്പെട്ട അമുസ്ലിമീങ്ങളെയും പാവപ്പെട്ട ക്രിസ്ത്യാനികളെയും കൊല്ലുന്നവരുണ്ട്. അവര് ബദർ പഠിച്ചവരല്ല, അവര് ബദർ ചരിത്രം പഠിച്ചവരല്ല, അവര് ബദർ യുദ്ധത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, അവര് മുത്തുനബിയുടെ ജീവിതം പഠിച്ചിട്ടില്ല. ഒരിക്കലും അല്ലാഹുവിന്റെ ഹബീബ് അമുസ്ലിമീങ്ങളായ ഒരാളെ വധിക്കാൻ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചിട്ടില്ല. ഒരു അമുസ്ലിമിനെയോ ഒരു ക്രിസ്ത്യാനിയെയോ വധിക്കാനോ ആക്രമിക്കാനോ അല്ലാഹുവിന്റെ റസൂലെ പഠിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് അവരെ സ്നേഹിക്കാനാണ് മുത്തുനബി പഠിപ്പിച്ചത്, അവരെ ചേർത്ത് പിടിക്കാനാണ് മുത്തുനബി പഠിപ്പിച്ചത്. അക്രിം ജാറക വലൗ കാന കാഫിറാ, നിന്റെ അയൽവാസി മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും നീ അവനെ സ്നേഹിക്കണം മനുഷ്യ, നീ അവനെ ബഹുമാനിക്കണം മനുഷ്യ. നീ കഴിക്കുന്ന ഭക്ഷണം അവർക്കും നിങ്ങൾ നൽകണേ എന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ച മതസൗഹാർദ്ദത്തിൽ തുല്യതയില്ലാത്ത പ്രകാശം ഈ ലോകത്ത് നിന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കരുതും ബദർ യുദ്ധം അങ്ങനെയാണ്, ചില ആളുകളൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. ബദർ ഉണ്ടാവാനുള്ള കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഹബീബിനെയും സ്വഹാബത്തിനെയും എത്രത്തോളം ആക്രമിക്കാൻ കഴിയോ അത്രത്തോളം ഖുറൈശികളിൽ നിന്ന് ഒരു വിഭാഗം മുത്തുനബിയെ ആക്രമിച്ചു കഴിഞ്ഞു. എല്ലാ നിലക്കും ഉപരോധം ഏർപ്പെടുത്തിയവരെ, ഏതെല്ലാം നിലക്കുള്ള പീഡനങ്ങൾ, ബഹിഷ്കരണം തുടങ്ങി. അവർക്ക് ഇവിടെ നിന്നൊന്നും കൊടുക്കാൻ പാടില്ല, അവർക്ക് ഇവിടെ ഒരു സ്വാതന്ത്ര്യമില്ല. മുത്തുനബിക്കും അനുയായികൾക്കും മക്കയിലൂടെ നടക്കാൻ സ്വാതന്ത്ര്യമില്ല. അങ്ങനെ എല്ലാ നിലക്കും ബഹിഷ്കരണങ്ങളാണ്. അങ്ങനെ കഅബാലയത്തിന്റെ പരിസരത്ത് അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിക്കുമ്പോ എത്ര പീഡനങ്ങൾ മുത്തുനബിയേറ്റില്ലേ. ഒരിക്കലും പോലും നമ്മുടെ മുത്തു റസൂലുള്ള തിരിച്ചടിച്ചിട്ടില്ലല്ലോ. നമ്മുടെ ഹബീബായ തങ്ങളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു വാക്ക് കഴിഞ്ഞ വാക്ക് പറഞ്ഞാൽ പ്രതിരോധിക്കാൻ മഹാന്മാരായ സ്വഹാബത്ത് നമ്മുടെ കൂടെയുണ്ടല്ലോ, പ്രതിരോധിക്കാൻ സ്വഹാബത്തുണ്ടല്ലോ. പക്ഷേ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിരോധിച്ചില്ല. കുറ്റം പറഞ്ഞവരോട് സ്നേഹത്തോടെ പുഞ്ചിരിച്ച നബിയേ, ചീത്ത പറഞ്ഞവരോട് സ്നേഹത്തോടെ പുഞ്ചിരിച്ച റസൂലേ, കല്ലെറിഞ്ഞവന്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരി കൊടുത്ത നബിയേ, ഭ്രാന്തനെന്ന് വിളിച്ചവന്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ച നബിയേ, ചീത്ത പറഞ്ഞവരോട് തിരിച്ച് പുഞ്ചിരി മാത്രം നൽകിയ റസൂലേ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവേ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അബൂജഹൽ പറയുകയാണ്, ആരാണ് ഒരു ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന ഒട്ടകത്തിന്റെ കുടൽമാല, വല്ലാത്ത വാസനയാണ്, ഒരുപാട് വലിയ ലോഡ് ഉണ്ടാവും. എന്ത് ഒട്ടകത്തിന്റെ കുടൽമാല? കോയിന്റെ കുടൽമാല പോലെയല്ല. കോയിന്റെ കുടൽമാല ഉണ്ടില്ലേ? കോഴി പൊളിച്ചു കേട്ടില്ലേ? കോഴി പൊളിച്ചിട്ടില്ലേ? ഞാനൊക്കെ പൊളിച്ചിട്ടുണ്ട്. കോഴി പൊളിച്ചു മാണ്ടില്ലേ? ആ കൗത്തിന്റെ കൂടെ ഇങ്ങനെ കൈയിട്ട് ഒരൊറ്റ വലി ഇങ്ങനെ വലിച്ചാല്, അല്ലെങ്കിൽ അതിന്റെ പിൻഭാഗത്തിലൂടെ ഒരൊറ്റ വലി വലിച്ചാല് ഒരു കയ്യിലുണ്ടാവുന്ന കുറച്ച് കുടൽമാല ഉണ്ടാവും. ഒട്ടകത്തിന്റെ കുടൽമാല ബടാ സാധന കുറെ ഉണ്ടാവും, ഒരുപാടുണ്ടാവും. അത് ഒറ്റക്ക് തന്നെ പൊന്തൂല, ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോ ഈ കുടൽമാല ഇത് 1, 2, 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഗന്ധം അടിക്കാൻ തുടങ്ങും. അതിന്റെ വാസന, സ്മെല്ല് സഹിക്കാൻ കഴിയില്ല. അത് കോയിന്റേതാണെങ്കിൽ ഇവരെ കഴിയില്ല. അതുകൊണ്ടല്ലേ കോഴി വേസ്റ്റ് ഇടുന്ന ആളുകള്, കോഴി വേസ്റ്റ് ഇടുന്ന ആളുകളൊക്കെ പിടിക്കണങ്ങള് പത്രത്തിലും ന്യൂസിലൊക്കെ കണ്ടില്ലേ? ഒരു സ്ഥലത്ത് കോഴി വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാല് നമുക്കതിൽ നടക്കാൻ കഴിയും. നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കോഴി വേസ്റ്റിന്റെ വണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ മുന്നിൽ കൂടെ പോയാല് അതിന്റെ വാസന സഹിക്കാൻ കഴിയും, അതിന്റെ സ്മെല്ല് സഹിക്കാൻ കഴിയോ? കഴിയൂല നമുക്ക്, അല്ലേ? നിങ്ങൾ പറയണ കയ്യോ? ഇല്ല, അത്രത്തോളം ഒരു സ്മെല്ലാണ് അതിന്. അപ്പൊ ഒട്ടകത്തിന്റെ കുടൽമാല, ആരാണ് ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തിട്ട് മുഹമ്മദിന്റെ തലയിലിട? മുത്തുനബി എവിടെയാണ്? മുത്തുനബി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂജഹൽ പറയാണ്, ആരാണ് ഈ ഒട്ടകത്തിന്റെ കുടൽമാല മുഹമ്മദിന്റെ തലയിലിട? നിർഭാഗ്യവാനായ ഉക്ബത്ത് ബിൻ അബീ മുഅയ്യത്ത് കൊണ്ടുവരികയാണ്. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലേക്ക് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല അങ്ങ് ഇടുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിലാണ്. സുജൂദിൽ കിടക്കുന്ന പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹുവേ ആ മുത്തു റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് അതങ്ങ് ഇട്ട സമയത്ത് മുത്തുനബിക്ക് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ആരംഭ റസൂലുള്ളാഹിക്ക് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. കാരണം ഒട്ടകത്തിന്റെ കുടൽമാല അത്രത്തോളമുണ്ട്. അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്. സുജൂദിൽ കിടന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാ നീ ഇതിന് പകരം കൊടുക്കണേ, നീ ഇതിന് പകരം കൊടുക്കണേ അല്ലാഹുവേ.
എല്ലാ നിലക്കുള്ള പീഡനങ്ങളും ഞാൻ സഹിക്കാൻ റെഡിയാണ് അല്ലാ. എല്ലാ നിലക്കുള്ള എതിർപ്പുകളും ഞാൻ സഹിക്കാൻ റെഡിയാണ് റബ്ബേ. പക്ഷേ ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ നിസ്കാരം അതാ റബ്ബേ ഇവനെ മുടക്കിയിരിക്കുകയാണ് അല്ലാ. നിസ്കാരം എന്നുള്ളത് അല്ലാഹുമായിട്ടുള്ള മുനാജാത്താണല്ലോ, അല്ലാഹുമായിട്ടുള്ള സംഭാഷണമാണല്ലോ. ആ സംഭാഷണം നടത്തുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ കൊണ്ടിടപ്പെട്ട ഈ ഒട്ടകത്തിന്റെ കുടൽമാല എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല അല്ലാ. അതുകൊണ്ട് റബ്ബേ ആരാണോ ഇതിന്റെ പിന്നിൽ കളിച്ചത്, ഇസ്ലാമിന്റെ പുത്രൻ അബൂജഹലിനെ, ഉത്ബയെ, ശൈബയെ, ഉമയ്യത്തിനെ, അല്ലാഹുവേ നീ പിടികൂടണേ അല്ലാ, നീ പിടികൂടണേ അല്ലാ, നീ പിടികൂടണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് പീഡനങ്ങൾ ഞാൻ ഏറ്റു അല്ലാ. അപ്പോഴും എനിക്ക് പ്രശ്നമില്ല റബ്ബേ, എനിക്ക് പ്രശ്നമില്ല റബ്ബേ. പക്ഷേ ഞാനിതാ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി നിന്ന സമയം ഒട്ടകത്തിന്റെ ചീഞ്ഞക്കുടൽമാല കൊണ്ടുവന്ന് നജസ് കൊണ്ടുവന്ന് ഇവരെന്റെ ശരീരത്തിൽ എറിഞ്ഞിരിക്കുകയാണ് റബ്ബേ. ഇതെനിക്ക് കഴിയൂല അല്ലാ, ഇതെനിക്ക് കഴിയൂല അല്ലാ, ഇതെനിക്ക് സഹിക്കാൻ പറ്റൂല അല്ലാ. കാരണം എന്റെ നിസ്കാരമാണ് മുടങ്ങിയത് റബ്ബേ. നീ വിടല്ല അല്ലാ, അബൂജഹലിനെ വിടല്ല അല്ലാ, ഉത്ബയെ വെറുതെ വിടല്ല അല്ലാ, നീ വെറുതെ വിടല്ല അല്ലാ. നിസ്കാരത്തിന്റെ ഇടയിൽ ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ നജസ് കൊണ്ടുവന്നിട്ടല്ലേ ശരീരത്തിൽ എറിഞ്ഞ അബൂജഹലിനെ നീ വെറുതെ വിടല്ലേ അല്ലാ, ശൈബയെ വെറുതെ വിടല്ല അല്ലാ, ഉമയ്യത്ത് ബിൻ ഖലഫിനെ നീ വെറുതെ വിടല്ല അല്ലാ. ഈ പവിത്രമായ കഅബാലയത്തിന്റെ പരിസരത്ത് ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ നീനമായി മുനാജാത്ത് നടത്തുന്ന സമയം അല്ലാ. എന്നെ ഭ്രാന്തനെന്ന് വിളിച്ചു, എനിക്ക് പ്രശ്നമില്ല. എന്നെ യതീമെന്ന് വിളിച്ചു, എനിക്ക് പ്രശ്നമില്ല. എന്നെ ചീത്ത വാക്ക് പറഞ്ഞു, പ്രശ്നമില്ല. എനിക്ക് ഭക്ഷണം തരാതെ വെള്ളം തരാതെ ഈ മക്ക എന്ന സുന്ദര പട്ടണത്തിൽ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയല്ല, പ്രശ്നമില്ല. ഞങ്ങളെ വീട് കൊള്ളയടിച്ചു, പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഉപരോധം സംഘടിപ്പിച്ചു, പ്രശ്നമില്ല. ഞങ്ങളെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിലെ കുടൽമാല നജസാണല്ലോ അല്ലാ. അത് കൊണ്ടുവന്ന് എന്റെ ശരീരത്തിൽ എറിഞ്ഞത് അബൂജഹലാ, ഉത്ബയാ, ശൈബത്താൻ, ഉമയ്യത്ത് ബിൻ ഖലഫാൻ. അതുകൊണ്ട് വിടല്ല അല്ലാ, നീ അവരെ വെറുതെ വിടല്ല അല്ലാ, നീ അവരെ വെറുതെ വിടല്ല അല്ലാ. കഅബാലയത്തിന്റെ തിരുമുറ്റത്തിരുന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് അങ്ങ് ദുആയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര സങ്കടം മുത്തുനബി സഹിച്ചു, എത്ര സങ്കടം മുത്തുനബി സഹിച്ചു. പക്ഷെ മുത്തുനബി തിരിച്ചൊരു വാക്കും പറഞ്ഞില്ലല്ലോ, ഒരു വാക്കും പറഞ്ഞില്ല. എന്തൊക്കെയും പറഞ്ഞു, ഒന്നും തിരിച്ചു പറഞ്ഞില്ല. സ്വഹാബത്ത് വന്ന് പറയും, നബിയെ നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ലല്ലോ, അതെന്തേ? ഓലവിടെ ബാരിക്കേഡ് വെച്ച് അടച്ചുകണം. കുഴപ്പമില്ല സ്വഹാബത്ത്, നിങ്ങൾ ക്ഷമിക്ക്, നിങ്ങൾ പ്രശ്നമാക്കണ്ട. നബിയെ നമുക്കോല് വെള്ളം തരൂലോ, നിങ്ങൾ വിഷമിക്കണ്ട സ്വഹാബ. അപ്പോഴൊന്നും മുത്തുനബി ഒന്നും പറഞ്ഞില്ല. അതാണ് നേതാവ് അല്ലേ? ഒരു പ്രശ്നം പരിഹരിക്കാൻ സംയമനം പാലിക്കുക, എപ്പോഴും നിങ്ങൾ ക്ഷമിക്കുക, ക്ഷമാശീലരാവുക. അല്ലെങ്കിൽ എന്നോ ബദറിനക്കണ്ടിയല്ലേ. പക്ഷെ ഇത് നിസ്കാര സമയത്ത്, നിസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ടിട്ട് ശരീരത്തുന്നത് എടുക്കാൻ വയ്യ. വല്ലാത്ത പ്രയാസം, മുത്തുനബിക്ക് വല്ലാത്ത വിഷമായി. അവിടെ നിന്ന് ദുആയിരുന്നു. ആ ദുആഇന്റെ ഫലമാണ് പ്രിയപ്പെട്ടവരെ ബദർ യുദ്ധം. ആ ദുആഇന്റെ ഫലമാണ് ബദർ യുദ്ധം. അങ്ങനെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ കഅബാലയം സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ കഅബ വീണ്ടും ഇങ്ങനെ തവാഫ് ചെയ്യാൻ. ചരിത്രം നോക്കണം നിങ്ങൾ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഅബാലയത്തെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ തവാഫ് ചെയ്യുമ്പോൾ വീണ്ടും പീഡനങ്ങളാണ്. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയുണ്ടായിരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വന്ന് അടിക്കാൻ തുടങ്ങി. കഅബാലയം തവാഫ് ചെയ്യുന്ന മുത്തു റസൂലുള്ളാഹിന്റെ കൂടെയുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് വന്നിട്ട് അവരെ അടിക്കുകയാണ്. ഒരു അടി കൊണ്ട സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീഴുകയാണ്. അല്ലാഹുവേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചില്ല. പലരും പറഞ്ഞു, അബൂബക്കറേ ഒന്ന് മാറി ചിന്തിക്ക, അബൂബക്കറേ നീ മുഹമ്മദിന്റെ അടുക്കൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്ക, അബൂബക്കറേ നീ മുഹമ്മദിന്റെ കൂടെ കൂടിയാൽ ഇനിയും നിനക്ക് അക്രമങ്ങൾ നിൽക്കേണ്ടി വരും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറിയില്ല, ഒരിക്കലും മാറിയില്ല. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും അക്രമങ്ങളാണ്, വീണ്ടും പീഡനങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മക്കളായ റുഖിയ, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹുമ അവരെ വിവാഹം കഴിച്ചിരുന്നു. അബൂജഹലിന്റെ മക്കള് റുഖിയ ബീവിയെ ഉത്ബത്തും ഉമ്മു കുൽസും ബീവിയെ ഉതൈബത്തും വിവാഹം കഴിച്ചിരുന്നു. അവര് ത്വലാഖ് ചൊല്ലി. കണ്ടോ, കുടുംബത്തിലും ഒറ്റപ്പെടുത്തി. ചരിത്രം പറയുന്നത് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളായ റുഖിയ ബീവി റളിയല്ലാഹു അൻഹയും ഉമ്മു കുൽസും ബീവി റളിയല്ലാഹു അൻഹയും അബൂജഹലിന്റെ മക്കള് ത്വലാഖ് ചൊല്ലി. ചരിത്രം പറയുകയാണ്. അങ്ങനെ എങ്ങനെയെല്ലാം ഒറ്റപ്പെടുത്താനുള്ള വകുപ്പുണ്ടോ അങ്ങനെയൊക്കെ ഒറ്റപ്പെടുത്തി. ആരെ? മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മുത്തുനബിയുടെ അനുയായികളെയും. ചരിത്രം വിശാലമായി പഠിക്കേണ്ടതുണ്ട്. ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തില്ല, അബൂജഹലിനെതിരെ ദുആ ചെയ്തില്ല. മുത്തുനബി ആക്രമിച്ചതിന്, എങ്ങനെ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ട് മുത്തുനബിയുടെ ശരീരത്തിൽ എറിഞ്ഞതിനെതിരെ അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തല്ലോ. വീണ്ടും മുത്തുനബിയുടെ പ്രാർത്ഥന, ഉതൈബത്തിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത്. എന്തേ അങ്ങനെ ദുആ ചെയ്യാൻ കാരണം എന്താ? ഉതൈബ വന്നിട്ട് മുത്തുനബിയുടെ വസ്ത്രം കീറിയിട്ട് മുഖത്തേറ്റങ്ങ് കാർക്കിച്ചങ്ങ് തുപ്പി. അബൂജഹലിന്റെ മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അബൂജഹലിന്റെ മകൻ ഉതൈബ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ച വസ്ത്രം വലിച്ചു കീറി. മുത്തുനബിയുടെ വസ്ത്രം ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസ്ത്രം വലിച്ചു കീറുകയും അബൂലഹബിന്റെ മക്കള് ഉതൈബ വന്നിട്ട് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രം അങ്ങ് വലിച്ചു കീറുകയും അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിലേക്ക് കാർക്കിച്ചങ്ങ് തുപ്പിയപ്പോ മുത്തുനബി ദുആയിരുന്നു, അല്ലാഹുവേ അബൂലഹബിന്റെ പ്രിയപ്പെട്ട പുത്രനായ ഉതൈബയെ സിംഹങ്ങളിൽ നിന്നൊരു സിംഹത്തിനെ നീ അവന്റെ മേലിൽ അധികാരപ്പെടുത്തണേ അല്ലാ. ഈ സിംഹത്തിനെ നീ അധികാരപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ടാമത്തെ ദുആ വരികയാണ്. അബൂലഹബിന്റെ പ്രിയപ്പെട്ട മകൻ ഉതൈബ ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലേക്ക് അങ്ങ് കാർക്കിച്ചു തുപ്പിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും ദുആ ചെയ്യുകയാണ്, ഉതൈബയെ നിന്റെ സിംഹങ്ങളെ കൂട്ടത്തിൽ നിന്നൊരു സിംഹത്തിനെ കൊണ്ട് നീ അധികാരപ്പെടുത്തണം അല്ലാ, നീ അധികാരപ്പെടുത്തണേ അല്ലാ. അങ്ങനെ ഉതൈബയെ ഒരു സിംഹം പിടികൂടുകയാണ്.
ഉതൈബയെ ഒരു സിംഹം പിടികൂടി. അതെങ്ങനെ? ചരിത്രം അതിവിശാലമായി പറയാനുണ്ട്, അതിവിശാലമായി പറയേണ്ടതാണ്. ആ ചരിത്രം പറഞ്ഞിട്ടാണ് ഇൻഷാ അല്ലാഹ് നാളെ ബദറിന്റെ 2ാം ഭാഗം തുടങ്ങുന്നത്. ഉതൈബയെ സിംഹം പിടികൂടുന്ന ആ ഒരു രംഗം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിലേക്ക് മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയ അബൂലഹബിന്റെ മക്കളെ ഉതൈബയെ എങ്ങനെയാണ് സിംഹം പിടികൂടിയത്? ആ ചരിത്രം ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ നാളെ അത് വിശാലമായി ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. ആ ചരിത്രം പറഞ്ഞിട്ടായിരിക്കും നാളത്തെ വിഷയം ആരംഭിക്കുന്നത്. ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആരംഭിക്കും. ഇന്ന് ബദറിനെ കുറിച്ച് പറഞ്ഞ ചരിത്രങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. ബദറിന്റെ പേരുകൾ എഴുതി വെക്കുക. ബദറിന് പേരുകൾ കിട്ടാനുള്ള കാരണങ്ങൾ എഴുതി വെക്കുക. ബദർ നടന്നത് എന്നാണ്, ബദർ നടക്കാനുള്ള കാരണങ്ങൾ നമ്മൾ എഴുതി വെക്കുക. നമ്മളത് പഠിക്കണം. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ ബദർ വെറുതെ ഉണ്ടായതല്ല. അത് എന്താണ് ബദർ ഉണ്ടാവാനുള്ള കാരണം? ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിർബന്ധപൂർവ്വം യുദ്ധത്തിലേക്ക് ഇറങ്ങിയതല്ല. അത് ഇറക്കിയതാണ് മുത്തുനബിയെ. അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മുത്തുനബിക്കെതിരെയുള്ള പീഡനങ്ങൾ, മുത്തുനബിക്കെതിരെയുള്ള പരിഹാസ വാക്കുകൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അള്ളാഹുവിനോട് ദുആ ചെയ്ത 2 ദുആഴ്. ഒന്നാമത്തേത് മുത്തുനബിയുടെ ശരീരത്തിലേക്ക് കുടൽമാല എറിഞ്ഞവർക്കെതിരെയുള്ള ദുആഴ്. അതിനുള്ള ഉത്തരം അള്ളാഹു ബദറിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതേ പ്രകാരം മുത്തുനബിയുടെ ശരീരത്തിലേക്ക് കാർക്കിച്ചു തുപ്പിയ അബൂലഹബിന്റെ മകൻ ഉതൈബക്കെതിരെ ദുആ ചെയ്തു, അള്ളാഹുവേ സിംഹങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരു സിംഹത്തിനെ കൊണ്ട് ഉതൈബിയെ പിടികൂടണം. അവര് പരിഹസിക്കാൻ തുടങ്ങി, ഈ മുഹമ്മദിന് എന്താ ഭ്രാന്താണ്? സിംഹങ്ങളെ കൂട്ടത്തുന്ന ഒരു സിംഹം, എങ്ങനെ ഇവിടെ സിംഹം വരുന്നത്? എങ്ങനെ ഇവിടെ സിംഹം വരുന്നത്? ഉതൈബ പരിഹസിക്കാണ്, അബൂജഹൽ പരിഹസിക്കാണ്. എങ്ങനെ ഇവിടെ സിംഹം വരുന്നത്? ഇന്നെങ്ങനെ സിംഹം പിടികൂടാ? ഉതൈബയോട് പലരും പറഞ്ഞു, ഉതൈബ നീ ശ്രദ്ധിച്ചോ, ദ്വാരുന്നത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് തങ്ങളാണ് ദ്വാരുന്നത്, നല്ലോണം ശ്രദ്ധിച്ചോണ്ടി. കാട്ടുന്നല്ലേ സിംഹം വരുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കണ്ട, മുഹമ്മദ് തങ്ങളാണ് ദ്വാരുന്നത്. എവിടുന്നും സിംഹം വരും, നല്ലോണം ശ്രദ്ധിച്ചോണ്ടിട്ടോ. ആർക്ക് പേടിയായി? ഉതൈബക്ക് പേടിയായി. ഉതൈബക്ക് പേടിയായി. അബൂലഹബിന്റെ 2 മക്കള് ഉതൈബയും ഉതുബയും മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അവര് ത്വലാഖ് ചൊല്ലി. അല്ലേ? മുത്തുനബിയെ ഒറ്റപ്പെടുത്താനുള്ള വഴികളാണ്, മുത്തുനബിയെയും സ്വഹാബത്തിനെയും ഒറ്റപ്പെടുത്താനുള്ള വഴികളാണ് അവർ ആലോചിച്ച് നോക്കണം. അങ്ങനെ ഉതൈബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നിട്ട് പറഞ്ഞ്, മുഹമ്മദ് തങ്ങളെ, ഓല് മുഹമ്മദ് എന്ന് വിളിക്കണം, നമുക്ക് പിന്നെ മുഹമ്മദ് തങ്ങളെ എന്ന് കൂട്ടി വിളിക്കണല്ലോ. മുഹമ്മദ് തങ്ങളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മോളെ ഞാൻ ത്വലാഖ് ചൊല്ലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും മിണ്ടിയില്ല. സങ്കടാണ്, ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്ന്, വല്ലാത്ത വിഷമാണല്ലോ. അപ്പോ ഒന്നും മിണ്ടാത്തത് കണ്ടപ്പോ ഉതൈബ എന്ത് ചെയ്തു? എന്താ ഒന്നും മിണ്ടാതിരിക്കണ്? കുറെ ചീത്ത പറയുമ്പോ ഒന്നും ഇങ്ങനെ മിണ്ടാതിരിക്കണോനോട് എന്ത് പറയാനാ? കുറച്ച് അങ്ങോട്ട് പറയുമ്പോ ഇങ്ങോട്ട് പറയുമ്പോഴല്ലേ രസമുള്ളൂ, അല്ലെ? ആരടാന്ന് ചോദിക്കുമ്പോ ആരടാന്ന് ചോദിക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രസം. ഇങ്ങോട്ടൊന്ന് അങ്ങോട്ടൊന്ന്, ഇങ്ങോട്ട് വെട്ടുമ്പോ അങ്ങോട്ട് വെട്ടുക, ഇങ്ങോട്ട് തട്ടുമ്പോ ഇപ്പൊ കണ്ടല്ലോ, ഇപ്പൊ വെട്ടാണല്ലോ നടക്കണേ. ഇവിടെ വെട്ടുക, അവിടെ വെട്ടുക, ഇവിടെ ഒന്ന് വെട്ടിയാൽ അവിടെ ഒന്ന് വെട്ടുക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോ ഈ ചരിത്രത്തിലേക്ക് വരികയാണ്. അപ്പൊ മുത്തുനബിയോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മുത്തുനബിയോട്, കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതികരിക്കുന്നില്ല. ഇത് ഉതൈബക്ക് വല്ലാത്ത രോഷായി. ഉതൈബ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുത്തു റസൂലുള്ളാഹിന്റെ വസ്ത്രം പിടിച്ചിട്ട് വലിച്ചെടു കീറി. ചരിത്രം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ബദർ എങ്ങനെ ഉണ്ടായത് അതാണ് പറയണത്. ബദറിലേക്ക് കടന്നിട്ടില്ല, ബദറിലേക്ക് ഇൻഷാ അല്ലാഹ് കിടക്കുള്ളൂ. ബദർ ഉണ്ടാകാനുള്ള കാരണമാണ് പറയണത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രം പിടിച്ചിട്ടാണ് കീറി. ആരെ? ഉതൈബ. അബൂലഹബിന്റെ മകൻ ഉതൈബ മുത്തുനബിയുടെ വസ്ത്രം പിടിച്ചിട്ടാണ് കീറി. ദേഷ്യം പിടിച്ച അങ്ങനെയാണല്ലോ. വസ്ത്രം പിടിച്ചിട്ട് കീറി എന്ന് മാത്രല്ല, ഉതൈബ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്തേക്ക് അങ്ങ് കാർക്കിച്ചങ്ങ് തുപ്പി. അല്ലാഹ്, ഒരൊറ്റ തുപ്പ്. ആരെ ശരീരത്തേക്കാ തുപ്പിയത്?
സഹിക്കാൻ പറ്റുമോ? നമുക്ക് സഹിക്കാൻ കഴിയോ? മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തേക്ക് കാർക്കിച്ചങ്ങ് തുപ്പി. ആര്? ഉതൈബ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിച്ചില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും പ്രതികരിച്ചില്ല. അള്ളാഹുവിന്റെ ഹബീബ് അങ്ങ് ദുആയിരുന്നു, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ ഉതൈബയെ നീ പാഠം പഠിപ്പിക്കണം അല്ലാഹ്. നിന്റെ സിംഹങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരു സിംഹത്തിനെ കൊണ്ട് ഉതൈബയെ നീ പിടികൂടണം അല്ലാഹ്. തിരിച്ചടിച്ചില്ല മുത്തു റസൂലുള്ള, തിരിച്ചടിച്ചില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചങ്ങ് കാർക്കിച്ചു തുപ്പിയില്ല. തന്റെ വസ്ത്രം വലിച്ചു കീറിയപ്പോൾ മുത്തുനബി ഒന്നും പ്രതികരിച്ചില്ല. ആരംഭ റസൂലുള്ള അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ അല്ലാഹ്, യാ റബ്ബു യാ അല്ലാഹ്, യാ റഹ്മാൻ യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, ഉതൈബയെ നീ പാഠം പഠിപ്പിക്കണേ അല്ലാഹ്. ഉതൈബയെ നീ പാഠം പഠിപ്പിക്കണേ അല്ലാഹ്. സിംഹങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സിംഹത്തിനെ കൊണ്ട് ഉതൈബയെ നീ പാഠം പഠിപ്പിക്കണം. ഈ പ്രാർത്ഥന അങ്ങ് നെഞ്ചിനങ്ങ് കൊണ്ടോ ഉതൈബ. അപ്പോഴും ഓ സിംഹോ ഈ മരുഭൂമിയിലോ? ഉതൈബ പറയണേ, ഓ സിംഹം വല്ല വേറെന്തേലൊക്കെ പറയണെങ്കിൽ ഓക്കെ. ശത്രുക്കൾ പറഞ്ഞു ഉതൈബിനോട്, ഉതൈബ ഇനി ശ്രദ്ധിച്ചട്ടോ, മുഹമ്മദ് തങ്ങളെ പ്രാർത്ഥന അത് വെറുതെ ആവാറില്ല. ആർക്ക് പേടിയുണ്ട്? ശത്രുക്കൾക്ക് പേടിയുണ്ട്. കാരണം ഓൽക്ക് നല്ലോണം അറിയാം മുത്തുനബി തങ്ങളെ, ഓൽക്ക് നല്ലോണം അറിയാം. ഓല് പറഞ്ഞേ, ഉതൈബ നല്ലോണം ശ്രദ്ധിച്ചട്ടോ, മുഹമ്മദ് തങ്ങൾ എനക്കെതിരെ ദ്വാരുന്നേണ്, അന്നെ സിംഹം പിടികൂടും ഉതൈബ, മിക്കവാറും എന്നെ സിംഹം കൊണ്ടുപോകും. മിക്കവാറും എന്നെ സിംഹം കൊണ്ടുപോകും, നല്ലോണം ശ്രദ്ധിച്ചോണ്ടി. ഉതൈബ പറഞ്ഞു, സിംഹോ ഇവിടെ ഈ മരുഭൂമിയിലോ? എന്തെങ്ങളീ പറയണേ? വേറെ എന്തേലൊക്കെ ആണെങ്കിൽ പറ്റിനെ, അയാൾക്ക് സുഖല്ല, അതുകൊണ്ടാണ്. അല്ലാഹ് അങ്ങനെയാണല്ലോ, പെട്ടെന്ന് അങ്ങനെയല്ല ആലോചിക്കാം. ഇവിടെ ഇപ്പൊ എങ്ങനെ ഇപ്പൊ സിംഹം വരും? ഇവിടെ ഇപ്പൊ എങ്ങനെ ഇപ്പൊ സിംഹം വരും? മരുഭൂമിയിൽ, ഈ മരുഭൂമിയിൽ എങ്ങനെ സിംഹം വരാം? ഉതൈബ വീണ്ടും അതിനെ പരിഹസിച്ചൊക്കെയാണ്, വീണ്ടും അതിനെ പരിഹസിച്ച് ഉതൈബ, ഇവിടെ എങ്ങനെ സിംഹം വരാം? അതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. ഉതൈബ വീണ്ടും വെല്ലുവിളി, അവന്റെ വെല്ലുവിളിക്ക് ഒരു കുറവുമില്ല. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ കാണാം, ഉതൈബ കച്ചവട സംഘത്തിന്റെ കൂടെ പോവാൻ, കച്ചവട സംഘത്തിന്റെ കൂടെ പോവാൻ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആയുണ്ട്, നല്ലോണം ശ്രദ്ധിക്കണം. കച്ചവട സംഘത്തിന്റെ കൂടെ ഷാമിലേക്ക് പോകുന്ന വഴിയിൽ ഉതൈബക്ക് ചെറിയൊരു പേടിയുണ്ട്. എന്താ പേടി? ഇനിയിപ്പോ മുഹമ്മദ് തങ്ങൾ പറഞ്ഞതുപോലെ സിംഹങ്ങാനും വരുമോ? പറയാനും പറ്റൂല, സിംഹങ്ങാനും വരുമോ? ആ ഒരു പേടി ഉതൈബക്ക് നല്ലോണം ഉണ്ട്. അങ്ങനെ ഉതൈബ കൂട്ടുകാരോടൊക്കെ പറഞ്ഞേ, യാത്രയാണല്ലോ, യാത്രന്റെ അടിയിൽ വിശ്രമിക്കാണ്. വിശ്രമിച്ച സമയത്ത് സിറയിലേക്ക് പോവാണ്. ആ യാത്രയിലെ വിശ്രമത്തില് ഉതൈബ കൂട്ടുകാരോട് പറഞ്ഞു, നമുക്ക് ഇപ്പൊ വിശ്രമിച്ചിട്ട് പോവാം, യാത്രയല്ലേ, വിശ്രമം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞു. അങ്ങനെ യാത്രന്റെ അടിയിൽ വിശ്രമിക്കാണ്. വിശ്രമിക്കുന്ന സമയത്ത് ഉതൈബ പറഞ്ഞേ, ആ ചരക്കുകളൊക്കെ കൊണ്ടുവരാം, യാത്രയിൽ കൊണ്ടുപോകുന്ന കച്ചവട ചരക്കുകൾ, സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് കുന്നുകൂട്ടിയിടാം. എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി, എല്ലാ വസ്തുക്കളും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുന്നിങ്ങനെ കൂട്ടി വെച്ചു. എന്നിട്ട് അതിന്റെ മുകളിൽ കയറിയാരെ ഉതൈബ. കാരണം ചെറിയ മനസ്സിന്റെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട്. ഇതിപ്പോ കളിച്ചത് വേറെ ആളോടാണല്ലോ, അതുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ ചെറിയൊരു പേടി ആക്കണ്ട് മൂപ്പരിക്കുണ്ട്, വലിയപ്പരിക്കുണ്ട്. അങ്ങനെ അതിന്റെ മേലെ കയറി കിടന്നു. എന്നിട്ട് പറഞ്ഞു, കൂടെല്ലാം അനുയായികളോട് പറഞ്ഞേ, നിങ്ങളെല്ലാരും എന്റെ ചുറ്റും കടന്നോളി. അതെന്തിനാ? ഒന്നുമല്ലടാ, വെറുതെ
അപ്പൊ ഉള്ളില് പേടിണ്ടില്ലേ? ചെറുതായിട്ട്. എന്നാലും സമ്മതിക്കാൻ കഴിയണില്ല. കിബ്ർ സമ്മതിക്കണില്ല. ഓ എനിക്ക് പേടിയോ. ഈ മരുഭൂമിയിൽ എങ്ങനെ സിംഹം വരാന്? എത്തങ്ങൾ ഈ പറയണത്? മുത്തുനബി മുഹമ്മദ് നബി ദ്വാരുന്നൊക്കെ ശരിയാണ്. പക്ഷെ ഈ മരുഭൂമിയിൽ എങ്ങനെയോ സിംഹം വരുന്നത്? മുത്തൈബ ചോദിച്ചു, അതൊന്നും ഉണ്ടാവില്ല, ആക്കെ വെറുതെ ഒരു നമ്പർ ഇറക്കിയതാണ്. എന്നാലും ഒരു ധൈര്യത്തിന് നിങ്ങളെന്റെ ചുറ്റും ഒന്ന് കടന്നോളി. എന്നാലും ഉണ്ടല്ലോ അങ്ങനെ ചുറ്റും എന്റെ ചുറ്റും നിങ്ങളൊന്ന് ധൈര്യത്തിന് കടന്നാളെ. അങ്ങനെ ഒട്ടകത്തിനൊക്കെ ചുറ്റും നിർത്തി. ഉത്തൈബന്റെ അനുയായികളെയും ചുറ്റും നിർത്തി. അങ്ങനെ ഉത്തൈബ കിടക്കാൻ. അല്ലാഹുവേ, ആ കിടത്തത്തിലാണ് ഒരു സിംഹമതാ മണം പിടിച്ച് വാസന പിടിച്ച് വരികയാണ്. ദുആ ചെയ്തതാരാണ്? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തു നബിയാണ് ദുആ ചെയ്തത്. മരുഭൂമിക്കകത്ത് എങ്ങനെ സിംഹം വരാനാണെന്ന് പറഞ്ഞ് മുത്തു റസൂലുള്ളാഹിനെ പരിഹസിച്ച ഉത്തൈബ തന്റെ കിങ്കരന്മാരെയും കൂട്ടുകാരെയും ചുറ്റുഭാഗത്തും ഒരു മതിൽ കെട്ട് വണഞ്ഞത് പോലെ കിടത്തിറക്കിയിട്ട് ചരക്കുകൾ കൂട്ടിയിട്ടിട്ടതിന്റെ മുകളിൽ കയറി ഉറങ്ങിയ ഉത്തൈബ, ആ ഉത്തൈബയെ പിടിക്കാനതാ ഒരു സിംഹം വരുന്നു. ഏതോ ഭാഗത്തിൽ നിന്ന് സിംഹം മണം പിടിച്ചു വന്ന് ഉത്തൈബയുടെ അനുയായികളെ കൂട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ അനുയായികളെ കൂട്ടത്തിൽ നിന്ന് ആരെയും സിംഹം ആക്രമിച്ചില്ല, മർദ്ദിച്ചില്ല. എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാ. ഉറങ്ങിക്കിടക്കുന്നതിന്റെ ഇടയിലാണ് ആ കൂമ്പാരങ്ങളുടെ മുകളിൽ നടുഭാഗത്ത് കിടന്നുറങ്ങിയിരുന്ന അബൂലഹബിന്റെ മകനായ ഉത്തൈബ മുത്തുനബിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയ ഉത്തൈബ, മുത്തുനബിയുടെ വസ്ത്രം വലിച്ചു കീറിയ ഉത്തൈബ, നീ ആരാണെന്ന് പ്രവാചകന്റെ മുത്തു റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് കൈചൂണ്ടി മുത്തുനബിയെ വെല്ലുവിളിച്ച ഉത്തൈബ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കി ചീത്തവാക്ക് പറഞ്ഞ ഉത്തൈബ, ആ ഉത്തൈബയെ വന്ന് സിംഹം വന്നങ്ങ് കടിക്കുകയാണ്. അല്ലാഹുവേ, ഉത്തൈബ നിലവിളിക്കുകയാണ്. ഇത് എവിടെ നിന്നാണ് വന്നത്? ഈ പാതിരാ സമയത്ത് എങ്ങനെയാണ്? ഈ ഒറ്റപ്പെട്ട മരുഭൂമിയിൽ ഞാൻ കിടക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണ്? ഇത് എവിടെ നിന്നാണ് വന്നത്? ഒന്നും അറിയുന്നില്ലല്ലോ. കൂടെയുള്ളവരെല്ലാം ഓടി രക്ഷപ്പെടുകയാണ്. കാരണം സിംഹമല്ലേ, നിൽക്കുന്നത് സിംഹമല്ലേ. പേടിയില്ലാത്തവരാരാ? സിംഹമാണല്ലോ. സിംഹത്തെ കണ്ട ഉടനെ തന്നെ എല്ലാവരും അങ്ങ് പേടിച്ചോടുകയാണ്. അവരെല്ലാം വല്ലാത്ത ഭയത്തിലാണ്. അങ്ങനെ ഉത്തൈബയതാ ആ സിംഹം ഇങ്ങനെ ഉത്തൈബയെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാരും പേടിച്ചോടി. അല്ലാ, സിംഹത്തെ കണ്ടാ പേടി ഉണ്ടാവില്ല? നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? പേടി ഉണ്ടാവില്ല? പേടി ഉണ്ടാവില്ലേ? സിംഹത്തെ കണ്ട പേടി ഉണ്ടാവില്ലേ? സത്യം പറഞ്ഞോളേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ആർക്കാ പേടിയില്ലാത്ത? നമ്മൾ പറയും ഉസ്താദെ, ഞാന് സൂന് പോയിക്കണ, സൂന്ന് സിംഹത്തെ കണ്ടിക്കണ. സിംഹത്തെ കണ്ടിക്കണ നിങ്ങള്? സൂന്ന് കണ്ടിക്കണ അറിയാം. സൂന്ന് എങ്ങനെ കാണാൻ? കൂട്ടിന്റെ ഉള്ളിലല്ലേ? അത് കൂട്ടിന്റെ ഉള്ളിലല്ലേ? പിന്നെ എങ്ങനെ? കാട്ടിലെ രാജാവല്ലേ? അല്ലേ? ആ കിടക്കണ നോക്കി നിങ്ങള്. എന്താണ് അതിന്റെ ഒരു കോലം അല്ലേ? ആ രൂപം തന്നെ കണ്ടാ മനുഷ്യന് പേടിയാവും. ആ രൂപം തന്നെ കണ്ടല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ചിലപ്പോ വലിയ എനിക്ക് പേടിയൊന്നും ഇല്ല. സൂല് കൂടിന്റെ ഉള്ളിലല്ലേ സിംഹം ഉള്ളത്. അപ്പൊ ഇങ്ങനെ എങ്ങനെ പേടി ഉണ്ടാകുക? അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാതെ കണ്ടാൽ ആർക്കാ പേടിയില്ലാതൊക്കെ? എല്ലാവർക്കും പേടി ഉണ്ടാവും. ആരാണെങ്കിലും ഒന്ന് പേടിച്ചു പോകും. ഉത്തൈബ പേടിച്ച്, സുബ്ഹാനല്ലാഹ്, ഞാൻ എന്ത് കാട്ടാനാ? ഞാൻ എന്ത് ചെയ്യാനാ? കൂട്ടുകാരൊക്കെ അന്തം വിട്ടിങ്ങനെ നിന്നു. അവർക്കറിയാം ഇത് എന്തായാലും നടക്കുന്നില്ല. കാരണം മുത്തുനബി അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് സംഗതി നടക്കും, ഉറപ്പാണ്.
കൂട്ടുകാരെന്നെ പരസ്പരം അങ്ങോട്ടും കൂടെ അഭിപ്രായം ആരാ ഓനോട് മുത്തുനബിന്റെ മുഖത്തേക്ക് തുപ്പാൻ പറഞ്ഞത്? ഞങ്ങളൊക്കെ ഇപ്പൊ തുപ്പിയിട്ടാ? ഞങ്ങളൊക്കെ മുത്തുനബിന്റെ എതിരാണ്. പക്ഷെ ഞങ്ങളൊന്നും അങ്ങനെ കാട്ടിയില്ലല്ലോ. ഉത്തൈബക്ക് കിട്ടേണ്ട തന്നെയാണ്. ചില ആളുകൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഉത്തൈബനെ സിംഹം പിടിച്ചുകൊണ്ടുപോയി. ചരിത്രം പറയാ അങ്ങനെയൊക്കെ മുത്തുനബിയെ ഓര് വേദനിപ്പിച്ചു. ആര്? ഖുറൈശികള്, മുത്തുനബിയുടെ ശത്രുക്കള് അങ്ങനെയൊക്കെ വേദനിപ്പിച്ചു. അപ്പോഴും മുത്തുനബി ഒന്നും തിരിച്ചടിച്ചില്ല. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിങ്ങള് പിന്നെ ത്വായിഫിൽ ചെന്നു. ത്വായിഫിൽ മുത്തുനബിയുടെ കുടുംബക്കാരൊന്ന് സമാധാനിപ്പിക്കോലോ എന്ന് കരുതിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി ത്വായിഫിലേക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിൽ ചെന്നു. പിന്നെ അവിടുന്ന് പിന്നെയും അക്രമങ്ങളാണ്. ത്വായിഫിൽ തന്റെ കുടുംബക്കാരാണ്, തന്റെ കൂട്ടുകാരാണ്, തന്റെ ജനതയാണല്ലോ അല്ലാഹ്. അങ്ങനെ കരുതിയിട്ട് ത്വായിഫിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയാണ്. തായിഫിന്റെ മണ്ണിലെത്തിയപ്പോ അല്ലാഹുവേ അവിടുന്ന് മുത്തു റസൂലുള്ളാഹിക്ക് അക്രമങ്ങളായിരുന്നു. അവിടുന്ന് മുത്തുനബിയെ ചീത്തവാക്കുകൾ പറഞ്ഞ്, പരിഹാസവാക്കുകൾ പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ അവനെ വേദനിപ്പിക്കുന്ന അല്ലാഹ്. തായിഫിന്റെ മണ്ണ് കണ്ടിട്ടില്ലേ നിങ്ങൾ പ്രിയപ്പെട്ടവരെ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിലേക്ക് ചെന്നപ്പോ റോഡിന്റെ രണ്ട് ഭാഗത്തും തായിഫുകാർ ഇങ്ങനെ തമ്പടിച്ചു നിൽക്കുകയാണ്. അവര് മുത്തുനബിയെ കളിയാക്കാൻ കൈകൊട്ടി ചിരിക്കുകയാണ്. തായിഫിന്റെ മണ്ണിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ റോഡിന്റെ രണ്ട് ഭാഗത്തും ശത്രുക്കൾ ഇങ്ങനെ നിന്നിട്ട് മുത്തു റസൂലുള്ളാഹിനെ കല്ലെറിയുകയാണ്. എന്തോ ഒരു വലിയ വിഷമമാണ്. ആരംഭ റസൂലുള്ളാഹിനെ കല്ലെറിയുകയാണ്. രണ്ട് ഭാഗത്തും ശത്രുക്കളെ കൂടിയിട്ട് കല്ലെറിയുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, ആ തങ്ങളെ കല്ലെറിഞ്ഞിട്ട് കാലിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്നൊലിക്കുകയാണ്. റോഡിന്റെ രണ്ട് ഭാഗത്തും ശത്രുക്കളാണ്. റോഡിന്റെ രണ്ട് ഭാഗത്തും മുത്തു റസൂലുള്ളാഹിന്റെ ശത്രുക്കളെ ഒരുമിച്ചോടി ചെറിയ മക്കളെ കൊണ്ട് കല്ലെടുത്തെറിയിപ്പിക്കുകയാണ്. മുത്തുനബി ഓരോ കാല് വെക്കുമ്പോഴും കല്ല് വന്ന് വീഴുകയാണ്. വലത് കാലൊന്ന് മുന്നോട്ട് വെക്കുമ്പോ അവരെ കല്ലെടുത്തെറിയുന്നു, ഇടത് കാലൊന്ന് മുന്നോട്ട് വെക്കുമ്പോ വീണ്ടും അതാ കല്ലെടുത്തെറിയുന്നു. തായിഫിന്റെ രണ്ട് വീഥികളിൽ നിന്ന് രണ്ട് ഭാഗത്തിനൂടെ കല്ലേറ് വരികയാ. ഒന്ന് ഒളിച്ചിരിക്കാൻ സ്ഥലമില്ല, ഒന്ന് കല്ലേറ് വരുമ്പോ തടുക്കാൻ കയ്യിൽ പരിചയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒറ്റപ്പെട്ടു പോവുകയാ. കല്ലേറ് കൊണ്ടുവന്ന് മാത്രമല്ല, ഏറെ കൊണ്ടതിന് ശേഷം മുത്തുനബിയുടെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സൂചി തട്ടുമ്പോ വേദനിക്കുന്നവരല്ലേ നമ്മള്? ചെറിയ മക്കളൊരു ചെറിയ വെള്ളാരം കല്ല് എടുത്തെറിഞ്ഞാലേ ആ വേദന പോലും സഹിക്കാൻ കഴിയാത്ത നമ്മള് വലിയ വലിയ ഉരുളൻ കല്ലെടുത്ത് ആരംഭ റസൂലുള്ളാഹിന്റെ പവിത്രമായ ശരീരത്തിലേക്ക് ചെറിയ മക്കളെ കൊണ്ട് എറിയിപ്പിക്കുകയാണ്. ഈ ചെറിയ കുട്ടികൾ എറിഞ്ഞ വല്ലാത്ത വേദനയാണ്. വല്ലാത്ത വലിയോലെ എറിയുമ്പോ ഇത് നല്ലോണം കൊള്ളാനും പറ്റില്ല, ഒന്ന് കൊള്ളും വേണം എന്ന് കരുതിയിട്ടൊന്ന് ഒരു മിതമായ രൂപത്തിലേറുക. ചെറിയ കുട്ടിയൊക്കെ ആവുന്നില്ലല്ലോ. ഓലെങ്ങനെ കൊണ്ടുവന്ന ഒറ്റ പീസിലേക്കരം കൊള്ളുന്നോടത്തോടെ കൊള്ളും. അതന്നെ കൊള്ളുന്നോടത്തോടെ ഒരൊറ്റ കിക്ക് അത് എവിടെ കിട്ടണ വെച്ചാൽ അവിടെ കിട്ടും. കുട്ടികളല്ലേ എന്തെങ്കിലും പറയാം. വലിയോലാണെങ്കിൽ ചിലപ്പോ അങ്ങോട്ടും കിട്ടുന്നൊക്കെ പറയും. അപ്പൊ ചെറിയ മക്കൾ വന്ന് മുത്തുനബിയെ കല്ലെറിയ ത്വായിഫിന്റെ രണ്ട് ഭാഗത്ത്. ഒരു ഭാഗത്ത് നിന്നാണ് എറിയുന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് ഓടാ. ഇത് രണ്ട് സൈഡിലും ആളുകളാണ്, രണ്ട് സൈഡൊന്നും കല്ലേറ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറി കിട്ടി. കൂടെയുണ്ടായിരുന്ന വളർത്ത മകനായ മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ ഏറി കിട്ടി. സയ്യിദ് ഇബ്നു ഹാരിസ ആരംഭ റസൂലുള്ളാഹിക്ക് കല്ലേറ് ലഭിക്കുമ്പോൾ അത് തടുക്കാൻ ശ്രമിച്ചു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരുന്ന കല്ലേറുകൾ എന്റെ ശരീരത്തിൽ കൊണ്ടാലും പ്രശ്നമില്ല. സയ്യിദ് ഇബ്നു ഹാരിസ തങ്ങളെ തടുക്കാൻ ശ്രമിച്ചപ്പോൾ തലയിൽ വന്ന കല്ല് വന്ന് വീഴുകയാ. സയ്യിദ് ഇബ്നു ഹാരിസാരെ മഹാനവരുടെ നെറ്റിയങ്ങ് പൊട്ടുകയാണ്. രക്തമതാ വാർന്നൊലിക്കുകയാണ്. ആരംഭ റസൂലുള്ള പറയുന്ന ടെൻഷൻ വേണ്ട സയ്യിദേ, വിഷമിക്കല്ല സയ്യിദേ,
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കല്ലേറ് കിട്ടിയപ്പോ അതാ മുത്തുനബി നിരങ്ങി ഇങ്ങനെ വീഴുകയാണ്. രണ്ട് കൈയും നിലത്തുകുത്തി മുത്തുനബി അങ്ങ് വീണുപോയി. വീണടത്ത് കരഞ്ഞെറിഞ്ഞു. അന്ന് വീണിട്ട് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞെരങ്ങി വന്ന സ്ഥലം ഇന്നും തായിഫിന്റെ മണ്ണിൽ ചെന്നാൽ കാണാം. അവിടെ വേലികെട്ടി അടയാളപ്പെടുത്തിയത് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കത്ത് പോകുമ്പോ മദീനത്ത് പോകുമ്പോ തായിഫിലൊന്ന് പോവണം നമുക്ക്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഭവിച്ച പീഡനങ്ങൾ എത്രയാ, ആരംഭ റസൂലുള്ള അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാ. അല്ലാഹുവിന്റെ ഹബീബ് ത്വായിഫുകാരുടെ കല്ലേറിങ്ങനെ സഹിക്കാതെ കഴിയുന്നപ്പോ അതാ വരുന്ന മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നബിയേ, നിങ്ങളെ തായിഫുകാരെ കല്ലെറിഞ്ഞില്ലേ നബിയേ, ചീത്ത പറഞ്ഞില്ലേ നബിയേ, ഭ്രാന്തനെന്ന് വിളിച്ചില്ലേ നബിയേ, ഉമ്മയില്ലാത്ത തങ്ങളെ, പാപ്പയില്ലാത്ത തങ്ങളെ, കുടുംബക്കാര് തങ്ങളെ ആക്രമിച്ചില്ലേ നബിയേ, നാട്ടുകാര് തങ്ങളെ ചീത്ത പറഞ്ഞില്ലേ നബിയേ. ഈ തായിഫിൽ വല്ല സമാധാനമാണെന്ന് കരുതിയിട്ട് വന്നതാ, പക്ഷേ നാട്ടുകാര് തങ്ങളെ പരിഹസിച്ചില്ലേ നബിയേ. അതുകൊണ്ടൊന്നും തങ്ങളെ തളരണ്ട, അതുകൊണ്ടൊന്നും തങ്ങളെ പതറണ്ട നബിയേ. നിങ്ങളെ കല്ലെറിഞ്ഞ തായിഫുകാരെ, നിങ്ങളെ ചീത്ത പറഞ്ഞ തായിഫുകാരെ, നിങ്ങളെ ഭ്രാന്തനെന്ന് വിളിച്ച തായിഫിന്റെ ജനത തങ്ങളൊരു വാക്ക് പറയുമോ നബിയേ? തങ്ങളൊരു വാക്ക് പറയുമോ നബിയേ? തങ്ങളെങ്ങാനും സമ്മതം തന്നു കഴിഞ്ഞ തങ്ങളെ ശരീരത്തിൽ കല്ലെറിഞ്ഞ തായിഫിന്റെ ജനതയുടെ ശരീരത്തിലേക്ക്, ഈ തായിഫിന്റെ മണ്ണിലേക്ക് ആ കാണുന്ന പർവ്വതമുണ്ടല്ലോ, ആ കാണുന്ന പർവ്വതമുണ്ടല്ലോ തങ്ങളെ, ആ കാണുന്ന പർവ്വതത്തെ ഞാൻ രണ്ട് കൈയിലെടുത്തിട്ട് തായിഫിന്റെ മുകളിലേക്ക് ഞാൻ മറിച്ചിടാൻ നബിയേ. ആ കാണുന്ന രണ്ട് പർവ്വതത്തിനിടയിലെ തായിഫ് എന്ന ഈ ഗ്രാമത്തെ ഞാൻ ഇടുക്കി കളയാ നബിയേ. തായിഫുകാരെ ഞാൻ കീഴ്മറിച്ചിടാ തങ്ങളെ. ഒരു വാക്ക് തങ്ങൾ പറയുമോ നബിയേ? ഒരു വാക്ക് തങ്ങൾ പറയുമോ നബിയേ? ഒരു യെസ് തങ്ങൾ മോളുമോ നബിയേ? ഇനി പറയാൻ മടിയാണെങ്കിൽ അവിടെ നിന്ന് മൗനത്തോടെ സമ്മതം തരാവോ നബിയേ? തങ്ങളെ ചീത്ത പറഞ്ഞ തായിഫുകാരെ ഞാനൊന്ന് മറിച്ചിട്ടോട്ടെ നബിയേ. ആ കാണുന്ന രണ്ട് പർവ്വതങ്ങൾക്കിടയില് ഞാൻ അവരെ ഒന്ന് നശിപ്പിച്ചോട്ടെ നബിയേ. തങ്ങൾ ഒരുപാട് കല്ലേറ് കൊണ്ടില്ലേ, തങ്ങൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചില്ലേ, തങ്ങൾ അവരെയൊന്നും ചെയ്തില്ലല്ലോ, തങ്ങൾ അവരെയൊന്നും ആക്രമിച്ചില്ലല്ലോ. മുത്തു തങ്ങളെ, നിങ്ങളെ പാവമാണ് നബിയേ. പാവമായ നിങ്ങൾക്ക് ഇത്രയും പീഡനങ്ങൾ കേട്ടുള്ളത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല റസൂലേ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തു റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞ വാക്കെന്തെന്നറിയോ? വേണ്ട ജിബ്രീലേ, വേണ്ട ജിബ്രീലേ, വേണ്ട ജിബ്രീലേ, അത് ചെയ്യണ്ട ജിബ്രീലേ, അങ്ങനെ പറയല്ലേ ജിബ്രീലേ. അങ്ങനെ ഒരു വാക്ക് മുത്തുനബി തരൂല, അങ്ങനെ ഒരു മൗനാനുവാദം മുത്തുനബി തരൂല. എന്നെ കല്ലെറിഞ്ഞ തായിഫുകാരോട് എനിക്ക് വിരോധമില്ല, എന്നെ കല്ലെറിഞ്ഞ നാട്ടുകാരോട് എനിക്ക് വിരോധമില്ല, എന്നെ തെറ്റിദ്ധരിച്ചവരോട് എനിക്ക് വിരോധമില്ല, എന്നെ ചീത്ത വിളിച്ചവരോട് എനിക്ക് വിരോധമില്ല, എന്നെ കല്ലെറിഞ്ഞവരോട് എനിക്ക് വിരോധമില്ല. എനിക്ക് ഭക്ഷണം തരാതെ, വെള്ളം തരാതെ, താമസ സൗകര്യങ്ങൾ തരാതെ എന്നെ വേദനിപ്പിച്ചവരാണ് ഇവർ. ഈ കുഞ്ഞു മക്കളെ കൊണ്ട്, ഈ കുഞ്ഞു മക്കളെ കയ്യിൽ വലിയ വലിയ ഉരുളൻ കല്ല് കൊടുത്ത്
കൊടുത്ത് എന്നെ കല്ലെറിഞ്ഞെറിഞ്ഞപ്പോഴും എന്റെ ശരീരത്തിൽ നിന്ന് രക്തമിങ്ങനെ വാർന്നൊലിച്ചപ്പോഴോ എന്റെ മനസ്സിൽ ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷേ ഞാൻ അവരെ ശപിച്ചിട്ടില്ല ജിബ്രീലേ, ഞാൻ അവരെ ശപിച്ചിട്ടില്ല ജിബ്രീലേ. അവര് പാവങ്ങളല്ലേ, അവര് ഒന്നും അറിയാത്തവരല്ലേ, അവര് എന്നെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ലേ അവരിങ്ങനെ ചെയ്തു പോകുന്നത്. ഓരോ നേതാക്കന്മാര് ഓരോന്നില്ലാത്ത കളവ് പറഞ്ഞ അണികളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടല്ലേ അവർ എന്നോടിങ്ങനെ ചെയ്തു പോയത് ജിബ്രീലേ. എനിക്കവരോട് പകയില്ല. പാവപ്പെട്ട അണികളെ പാവമാണ്, നേതാക്കന്മാരെ പല കളവുകളും പറഞ്ഞിട്ട് അണികളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ജിബ്രീലേ എനിക്കവരോട് പകയില്ല ജിബ്രീലേ. അവരെ ആക്രമിക്കാൻ പാടില്ല, അവരോട് തിരിച്ചടിക്കാൻ പാടില്ല, അവരെ വേദനിപ്പിക്കാൻ പാടില്ല. കല്ലെറിഞ്ഞവന്റെ മുഖത്ത് നോക്കി മാപ്പ് കൊടുത്ത നബിയേ, നബി മുഹമ്മദ് മുസ്തഫ. ചീത്ത വിളിച്ചവന്റെ മുഖത്ത് നോക്കി മാപ്പ് കൊടുത്ത റസൂലേ, നബി മുഹമ്മദ് മുസ്തഫ. ഒരു നിമിഷം മതി തായിഫ് അങ്കരാപ്പാവാൻ, തായിഫ് മറിഞ്ഞിടാൻ, തായിഫ് തലകയായി മറിയാ. കാരണം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ ചോദിച്ചത്. പക്ഷേ മുത്തുനബി അവിടെ മാപ്പ് കൊടുത്തില്ലേ, മുത്തുനബി അവിടെ അഫ്വ് കൊടുത്തില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവേ ചരിത്രം പറയുന്നു, ഒരു തോട്ടത്തിലേക്ക് ഇറങ്ങി തായിഫിലെ ഒരു മുന്തിരിച്ചെടിയുടെ തോട്ടം, ഒരു മുന്തിരിച്ചെടിയുടെ തോട്ടം, ഈത്തപ്പഴങ്ങളെല്ലാമുള്ള ഒരു തോട്ടത്തിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി. ചരിത്രം നോക്കൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഇറങ്ങിയിട്ട് ആ തോട്ടത്തിൽ ഇങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് ഇരിക്കുകയാണ്. തായിഫാണ്, കുടുംബക്കാരെ സമാധാനിപ്പിക്കാനുണ്ടാകുമെന്ന് കരുതി വന്നതാണ്. പക്ഷേ ശത്രുക്കളുടെ വാക്ക് കേട്ട് കുടുംബക്കാരെ അവരുടെ വലയിലായി. അവര് വരെ മുത്തുനബിയെ എതിർത്തു, കുടുംബക്കാരെ എതിർത്തു എന്ന് കരുതിയാൽ ഒറ്റപ്പെടാൻ പാടില്ല മുഅ്മിനീങ്ങളെ. നമ്മളെ ഹക്കിന്റെ റൂട്ടിലാണോ, നമ്മളെ യഥാർത്ഥ റൂട്ടിലാണോ? ഏത് കൊലകൊമ്പൻ എതിർത്താണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മാർഗ്ഗം മുത്തു റസൂലുള്ളാഹിന്റെ വഴി നമുക്ക് മാതൃകയാണ്, മറക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാവം ആലോചിച്ച് നോക്കി. ഏറിങ്ങനെ കിട്ടാണ്, കാലിൽ നിന്ന് ഇങ്ങനെ രക്തൊലിക്കുന്നുണ്ട്, കാലിൽ നിന്ന് ഇങ്ങനെ രക്തൊലിക്ക ഏറ് കിട്ടിയിട്ട്. ഒരു കല്ലേറ് കിട്ടിക്കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഒരു പണം ഉണ്ടാവും അല്ലേ, അത്രേ ഉണ്ടാവുള്ളൂ. ഒരു പണം ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ദിവസം അതിങ്ങനെ മൊയ്ച്ചോണ്ടിരിക്കും. ഇതെല്ലൊക്കെ ഉണ്ടാവുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കല്ലേറട് കിട്ടിയിട്ട് കാലുമന്ന് രക്തം ഇങ്ങനെ വന്നു. മുത്തുനബിയുടെ തോട്ടത്തിൽ ഇറങ്ങി, ഒരു മുന്തിരിച്ചെടിയുടെ തോട്ടത്തിൽ ഇറങ്ങി. ആ തോട്ടം ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും തോട്ടയായിരുന്നു. മുത്തുനബി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കല്ലേ. ഇത് ആര് കണ്ട്? ഉത്ബത്തും ശൈബത്തും കണ്ട്. സംഗതി അവര് കുടുംബാണ്. ഉത്ബയും ശൈബത്തും ഇങ്ങനെ കണ്ടപ്പോ വല്ലാത്തൊരു പൊറുതിയേട്. ഓ പാവലേ, ഓ കുറെ ഏറ് കിട്ടി. സംഗതി മുഹമ്മദ് നബി ഓരോന്ന് പറഞ്ഞിട്ടാണ് ഏറ് കിട്ടിയത്. സംഗതിയൊക്കെ ശരി തന്നെയാണ്, സംഗതി മൂപ്പർക്ക് കിട്ടേണ്ടി തന്നെയാണ്. ഉത്തബ പറയാണ് സംഗതി കിട്ടേണ്ടി തന്നെയാണ്, മുത്തുനബിക്ക് കിട്ടേണ്ടി തന്നെയാണ്. പക്ഷെ കണ്ടിട്ടൊരു പാവലെ അല്ലേ, ഒരു പച്ചപ്പാവം. നമ്മള് പറയലേ, നമ്മളങ്ങനെ പറയലോ. നല്ല കന്നിനെ കറുത്തിട്ട് പോത്തിനെ കറുത്തിട്ട് അറവട കഴിഞ്ഞിട്ട് ഓ കിടക്കണുണ്ടല്ലേ പാവലെ, നമ്മള് പറയലുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ ഉത്ബക്കും ശൈബക്കും ചെറിയൊരു മനസ്സിനൊരു അലിവ് വന്നു. അപ്പൊ അലിവ് വന്നപ്പോ ആ തോട്ടം നോക്കുന്ന തോട്ടത്തിന്റെ ഒരു ഹാരിസ് ഉണ്ടാവുമല്ലോ, കൃഷിക്കാരൻ, ഓനെ വിളിച്ച് ഉത്ബി ശൈബി. അദ്ദേഹത്തിന്റെ പേര് ഇദാസ. ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കും വേണം, എഴുതി വെക്കും വേണം കേട്ടോ. അപ്പോ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഓലെ വിളിച്ചിട്ട് പറഞ്ഞേ, ഇദാസേ ഒരു കാര്യം ചെയ്യും, കുറച്ച് മുന്തിരി തരാം. മുന്തിരി അതാ കമന്റ് ബോക്സിൽ, കുറച്ച് മുന്തിരി തരാം. ഈ മുന്തിരി ആ തങ്ങൾക്ക് കൊണ്ടേ കൊടുക്കും, മുന്തിരി കൊണ്ടേ കൊടുക്കും. മനസ്സിൽ ചെറിയൊരു സ്നേഹം വന്നു. അല്ലാഹ്
ഇദാസ് എന്ത് ചെയ്തു? ഒരു തളിക എടുത്ത്, തളിക എന്ന് പറഞ്ഞാൽ എന്താന്നല്ലേ ഞാൻ പറഞ്ഞതല്ലോ, തളിക എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ, പാത്രം. ആ തളികയിൽ കുറച്ച് മുന്തിരിയായിട്ട് ഇദാസ് മുത്തുനബിന്റെ മുമ്പിലേക്ക് ചെന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ ചെന്നിട്ട് ആ മുന്തിരിയുടെ പാത്രം ഇങ്ങനെ നീട്ടിക്കൊടുത്തു. തങ്ങളെ ഇത് കഴിച്ചോളി, ഇതാര് തന്നതാ? ഇത് ഉത്ബയും ഷൈബത്തും നിങ്ങൾക്ക് തന്നതാ. അൽഹംദുലില്ലാഹ്, മുത്തുനബിക്ക് സന്തോഷായി. ആരുമില്ലാതെ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കല്ലേ. നമ്മളൊരു ഒറ്റപ്പെട്ട നാട്ടിൽ ചെന്നാല്, ഒറ്റപ്പെട്ട നാട്ടിൽ നമ്മൾ ചെന്നു, അപ്പൊ അവിടെ ഹോട്ടലും കാര്യം ഒന്നുമില്ല, നമ്മളിങ്ങനെ ആകെ ബേജാറായിട്ടിരിക്കൂലേ? ചില നാട്ടിൽ അങ്ങനെയാണ്. ചില നാട്ടിൽ ചെന്നാൽ ഒന്നിനും കുറവുണ്ടാവില്ല. അപ്പൊ 10 പിരിയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ആരും എവിടെയും പെടൂല. കാരണം ഹോട്ടലുകളും ബസ് സ്റ്റാൻഡുകളും വലിയ സിറ്റി ആയതുകൊണ്ട്. ചില നാട്ടിൽ ചെന്നാൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഒന്നിനും പെടില്ല. നമുക്ക് ആവശ്യമില്ലൊക്കെ അവിടെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോ എന്നാ ആ സമയത്ത് ചില നാട്ടിൽ ചെന്നാലോ അവിടെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പറയല, എന്റെ ചങ്ങായ എന്റെ നാട്ടിലേക്ക് വന്നിട്ട് ഞാൻ കുടുങ്ങി. എന്തേ? ഒരു ചായ കുടിച്ചാനൊരു പീടില്ല അവിടെ. ഒന്നുമില്ല. ഒന്ന് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോ ഒരു ഭക്ഷണമില്ല, ഒരു ഫുഡും ഇല്ല, ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ത്വായിഫിലെ ആ ഒരു മുന്തിരി തോട്ടത്തിൽ ഇറങ്ങിയപ്പോ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈകളിലേക്ക് ഇദാസിന്റെ കയ്യിൽ കുറച്ച് ഈത്തപ്പഴം കൊടുത്തു. മുത്തുനബി എന്ത് ചെയ്തു? ആ ഈത്തപ്പഴം എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ഈത്തപ്പഴം എടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ഈത്തപ്പഴം, അതിൽ നിന്ന് ഒരു മുന്തിരി മുത്തുനബി അങ്ങ് ഭക്ഷിക്കുകയാണ്, ബിസ്മി ചൊല്ലുകയാണ്. ഇത് ഇദാസ് കേട്ടു. നിങ്ങളിപ്പോ എന്താ ചൊല്ലിയത്? നിങ്ങൾ മുന്തിരി കഴിച്ചപ്പോ എന്തോന്ന് പറഞ്ഞല്ലോ? പറഞ്ഞു. എന്തേ പറഞ്ഞു? ഒന്നുകൂടി പറഞ്ഞണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നുകൂടി പറഞ്ഞണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നുകൂടി പറഞ്ഞണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ. അതെന്ത് സംഭവം? അതെന്ത്? പക്ഷെ ഞാൻ ആദ്യമായിട്ട് കേൾക്കാണല്ലോ. ആരാ പറയണേ? ഇദാസ് പറയണേ. ഞാൻ ആദ്യമായിട്ട് കേൾക്കാണല്ലോ തങ്ങളത്. നിങ്ങൾ എന്തേ പറയണേ? അല്ലാഹുവേ, മുത്തുനബി പറയുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ മുന്തിരി കഴിക്കുമ്പോ, ഈ പഴം കഴിക്കുമ്പോ എന്റെ യജമാനനായ റബ്ബിന്റെ പേരിലാണ് ഞാൻ കഴിക്കുന്നത്. ബിസ്മി ചൊല്ലുകയാണ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ബിസ്മി ചൊല്ലിയപ്പോ ഇദാസ് പറയുകയാണ്, തങ്ങളെ ഞങ്ങളെ നാട്ടുകാരൊന്നും ഇങ്ങനെ പറയാറില്ലല്ലോ തങ്ങളെ. ഞങ്ങളെ നാട്ടുകാരും ഇങ്ങനെ പറയാറില്ല. ഇങ്ങനെ ഒരു അല്ലാഹുവിനെ കുറിച്ച് ഞങ്ങളാരും പറയാറില്ലല്ലോ തങ്ങളെ. ഇത് ആദ്യമായിട്ടാണ് ഞങ്ങളെ കേൾക്കുന്നത് തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാസിനോട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? ഇദാസാണ്. നീ ഏത് നാട്ടുകാരാൻ? പിന്നെ അങ്ങനെയാണല്ലോ, കമ്പനിയായ പിന്നെ അങ്ങനെയാണല്ലോ കൂടുതൽ വർത്താനം പറയും. മുത്തുനബി ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഇദാസ് വന്നിട്ട് കുറച്ച് മുന്തിരി കൊടുത്തപ്പോ പിന്നെ കമ്പനിയായി. നമ്മളങ്ങനെയാണ്. ചില ആളുകളുണ്ട് കമ്പനിയാകാൻ വേഗം ഉഷാറാണ്. എന്ത്? ഒരു ചായക്കടി കയറിയാൽ മതി, പിന്നെ ഒരു കുടുംബം തെളിയിച്ചിട്ടേ പോകുള്ളൂ, ചായക്കടി ഇറങ്ങുള്ളൂ. അങ്ങനത്തെ ചില ആളുകളുണ്ട്. ചായക്കടിയിൽ ഒന്ന് കട്ടൻ ചായ അടിച്ചാൽ വേണ്ടി കയറിയേക്കറാം. എന്താ കാക്ക സുഖല്ലേ? ആ സുഖാണ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? റാഹത്ത് തന്നെയാണ്. എന്നിട്ട് ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഇതില് പൊടി കുറവാണല്ലോ, പിന്നെ ആ പൊടിനെ കുറിച്ചായി കുറിച്ചാ. ഈ പൊടി എവിടുന്ന? വയനാട്ടിൽ നിന്ന്. ചെന്നെ അങ്ങനെ പിന്നെ വയനാടിനെ കുറിച്ച് അങ്ങനെ ചർച്ച കാട് കയറി പോയി. ചായപ്പീടക്കാരൻ ഏതെങ്കിലും ഒരു ഭാഗത്തു കൂടെ കുടുംബം തെളിയിച്ചിട്ട് നമ്മള് കുടുംബാണ്, ഓക്കെയാണ്, അപ്പൊ നമ്മള് കുടുംബല്ലേ, ശരിട്ടാ എന്നാ കാണാം. 5 റുപ്യന്റെ ചായ 5 റുപ്യം പോയി. കുടുംബം തെളിയിച്ചിട്ട് 10-15 മിനിറ്റ് വർത്താനം പറഞ്ഞിട്ട് കുടുംബം തെളിയിച്ചിട്ട് 5 റുപ്യ അവിടെ ലാഭിച്ചാണ് നമ്മള് പോകും. അപ്പൊ ചില ആളുകൾ അങ്ങനെ കമ്പനി ആവാൻ വേഗം ഉഷാറാണ്. ഓരോ വിഷയം വേണ്ടി ഏതെങ്കിലും രൂപത്തിൽ കൂടെ കുടുംബം തെളിച്ചു, ഏതെങ്കിലും ഇനി ഇല്ലാത്ത രൂപത്തിൽ കൂടെ കുടുംബം തെളിച്ചിട്ട് പോകുള്ളൂ. അപ്പൊ ഇദാസുമായി കമ്പനിയായി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുത്തുനബി ചോദിച്ചു, ഇദാസേ നീ ഏത് നാട്ടുകാരനാ? ഇദാസ് എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ ഞാൻ നീനവക്കാരനാണ്, ഞാൻ നീനവായുന്ന നാട്ടുകാരനാണ്. ആരംഭ റസൂലുള്ളാഹി പറഞ്ഞു, അത് എന്റെ സഹോദരനായ മഹാനായ നബിയുല്ലാഹി യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഗ്രാമമാണ്. എന്റെ സഹോദരൻ, മുത്തുനബി അങ്ങനെ പറഞ്ഞു, എന്റെ സഹോദരനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാട്ടുകാരനാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ വീണ്ടും ഇദാസിന് സംശയം, നിങ്ങളെ സഹോദരനോ യൂനുസ് നബിയോ? അപ്പൊ നിങ്ങളാരാ?
അപ്പൊ നിങ്ങളാര്? നമ്മളങ്ങനെയാണ്, പെട്ടെന്ന് അങ്ങനെയാണോ? ഞാൻ കുഞ്ഞാപ്പൂവിന്റെ ജ്യേഷ്ഠന്റെ കുട്ടി. കുഞ്ഞാപ്പൂവിന്റെ ജ്യേഷ്ഠന്റെ കുട്ടിയോ? അപ്പൊ നിങ്ങള് കുടുംബാ ചോദിക്കാറില്ല നമ്മള്? മുത്തുനബിനോട് ചോദിക്കാണ്, അല്ല അപ്പൊ നിങ്ങളാരാ? യൂനുസ് നബിന്റെ സഹോദരനോ? ആ അതെ, ഞാനൊരു പ്രവാചകനാണ്, മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ അതിന്റെ കുറച്ച് അടയാളങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുത്തു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണ്ടോ, റബ്ബേ ഇതിപ്പോ എങ്ങനെ ഇപ്പൊ ബദറിലേക്ക് എത്താം ഉസ്താദ് ഈ പറയുന്ന ചരിത്രം? അങ്ങോട്ട് എത്തിച്ചേരാം. ഇതൊക്കെ മുത്തുനബിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഞാൻ പെട്ടെന്ന് ബദറോട് പറയുമ്പോഴേ ചില ആളുകൾ കരുതും, എന്നാലും ഇപ്പൊ അങ്ങനെയൊക്കെ പോണ്ടീനോ, എന്നാലും ഇപ്പൊ നോമ്പ് നോറ്റിട്ട് ഇപ്പൊ അങ്ങനെയൊക്കെ പോണ്ടീനോ. ചില ആളുകൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടാവും. പെട്ടെന്ന് ബദറിന്റെ ചരിത്രം പറയുമ്പോൾ ബദറിലേക്ക് ഇറങ്ങി മുത്തുനബി അങ്ങനെ ചെയ്തു, സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ ചെയ്തു, ഉമർ ഖത്താബ് തങ്ങൾ ഹംസ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു, ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകളും കരുതും എന്തിന്, നാലിപ്പോ നോമ്പ് നോറ്റിട്ട് ഇപ്പൊ അങ്ങനെ പോണ്ടീനോ, അങ്ങനെ കുറച്ച് ക്ഷമിച്ചട് നിന്നൂടീനോ. ഇതൊക്കെ ആദ്യമായിട്ട് പറയുമ്പോഴേ പടച്ചോനെ ഇതൊക്കെ മുത്തുനബിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതാണല്ലേ, ഇതൊക്കെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതല്ലേ. ബദർ റമളാനിൽ മുമ്പ് വേണ്ടീനി നിങ്ങളോട് പറയണം. അപ്പൊ ബദർ ഉണ്ടാവാൻ കാരണം എന്താന്ന് ഇതൊക്കെ നമ്മൾ അറിയണം, ഇതൊക്കെ നമ്മൾ പഠിച്ചണം. ഇതൊക്കെ എങ്ങനെ ബദർക്ക് എത്താന്ന് ആലോചിച്ചാണ്ട് വിട്ടണ്ട. ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട് ചരിത്രങ്ങള്, ബദറിലേക്ക് പോകുന്ന നല്ല നല്ല ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അതുകൊണ്ടല്ല നമ്മൾ ഇത് വിശദീകരിച്ച് പറയണത്. അപ്പൊ മുത്തുനബി പറഞ്ഞു, ഞാൻ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരനാണ്, ഞാനൊരു പ്രവാചകനാണ്. മുത്തുനബി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇദാസ് എന്ത് ചെയ്തു? ഇദാസ് ആരാ? ഇദാസ് ആരാ? ആരാ? നിങ്ങൾ പറയും. നിങ്ങളിത് കേട്ടിരിക്കുകയാണോ, ചാരി ഇരിക്കുകയാണോ, അതോ പേനയും പുസ്തകം കയ്യിലുണ്ടോ നോക്കട്ടെ, വേം പറയും. ഇദാസ് ആരാ? ആരാ? അനക്ക് പറയാൻ പറ്റില്ല, ഓല് പറയട്ടെ, ലൈവിലുള്ള ആളുകൾ പറയട്ടെ, ഓല് പറയണ്ട. കമന്റ് നോക്കണം, വേം പറയും. ഇതാ സാരാണ്. കൃഷിക്കാരൻ. അപ്പൊ ഓക്കെയാണ്, നമ്മളുണ്ട് കൃഷിക്കാരൻ, ആ തോട്ടത്തിന്റെ കൃഷിക്കാരൻ. ആ കൃഷിക്കാരൻ ഇത് മുത്തുനബിയാണ് എന്നറിഞ്ഞപ്പോ എന്ത് ചെയ്തു? മുത്തുനബിയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചുംബിച്ച്, ആ ശിരസ് ഒന്ന് ചുംബിച്ച്, ഒന്ന് കുനിഞ്ഞു നിന്ന് ഒന്ന് ചുംബിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചുംബിച്ചു. നമ്മൾ അങ്ങനെയാണല്ലോ, എന്റെ മുമ്പിലുള്ളത് വലിയ ആളാണെന്ന് അറിയുമ്പോ മാഷാ അല്ലാഹ് ഉസ്താദ് ആയിരിക്കണം കേട്ടോ. നമ്മളെ മുമ്പിലുള്ളത് പറഞ്ഞ് 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 കമ്പനി ആവുമ്പോ അങ്ങനെ വർത്താനം പറയും. അങ്ങനെ അവസാനം കമ്പനിയായി അറിയുമ്പോഴാണ് പടച്ചോൻ ഇതൊരു തങ്ങളാണല്ലോ, അല്ലെങ്കിൽ ഇതൊരു ഉസ്താദാണല്ലോ, അങ്ങനെയാണ്. അതോടെ അറിയുമ്പോ മാഷാ അല്ലാഹ് അപ്പോഴേക്കാരം ബഹുമാനം. അതുവരെ കാലം കയറ്റിക്കണം. അങ്ങനെ എവിടുന്നാ വരുന്നേ? എന്താ ഈ വൈക്കൊക്കെ അങ്ങനെ നമ്മള് വരാം, പരിചയപ്പെടുന്നത് വരെ അങ്ങനെയാണ്. കാലം ഇങ്ങനെ കയറ്റി വെച്ചോണ്ട് എന്താ ഈ വൈക്കൊക്കെ, ഈ റൂട്ടിനെ എങ്ങട്ടാ, ഇവിടെ ആരല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പരിചയക്കാരായി അറിഞ്ഞ് തങ്ങളാണെന്ന് അറിയുമ്പോ അല്ലെ ഉസ്താദാന്ന് പറയുമ്പോ മാഷാ അല്ലാഹ് ഒരു വേജാറാ. അപ്പൊ ആള് വന്നിട്ട് ഇദാസ് വന്നിട്ട് മുത്തുനബിന്റെ കൈ ഇടിച്ചു, മുത്തുനബിയെ നബിയെ പൊരുത്തപ്പെടണം കേട്ടോ, ഇവിടുന്ന് പൊരുത്തം തരണം. അപ്പൊ ഈ കൈ പിടിച്ച് ചുംബിച്ചത് ആര് കണ്ട്? ഈ തോട്ടത്തിന്റെ ഉടമക്കാര് കണ്ട്. തോട്ടത്തിന്റെ ഉടമക്കാരാരാ? അത് നിങ്ങൾ തന്നെ പറയണം ആരാന്നില്ല. ഇജ് പറയണ്ട, ഓല് പറയണ്ട. തോട്ടത്തിന്റെ ഉടമക്കാരാരാ? പറയും. തോട്ടത്തിന്റെ ഉടമക്കാരാരാ? ശരിക്ക് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഞാൻ ഓഫാക്കണം. നിങ്ങൾ എഴുതിയൊക്കെ ഉണ്ടോ ഇല്ലെന്നുള്ളത് ഏതത്തെ കള്ളന്മാരെ ഉത്തുപത്തോ ചോട്ടന് ഉത്തുപത്തും പിന്നെ ഉത്തുപത്ത് ഒരാൾ കൂടി ഉണ്ട്. ഷൈബ, രണ്ടാളുണ്ട്. അപ്പൊ ഉത്തുബിയും ഷൈബയുണ്ട്. അപ്പൊ ഓർമ്മണ്ട് എഴുതി വെച്ചോളി. ഉത്തുബിയും ഷൈബയുണ്ട്. അപ്പൊ ഇത് കണ്ടു, ഈ മുന്തിരി കൊടുക്കണൊക്കെ ബലിങ്ങനെ നോക്കിക്കല്ലേ, ബലിങ്ങനെ ആ മുന്തിരി തോട്ടത്തിന്റെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിക്കല്ലേ, എന്താ പോടെ നടക്കണേ, എന്താണ് കാട്ടണം എന്നൊക്കെ നോക്കിക്കാണല്ലോ. അപ്പൊ കുറെ സംസാരിക്കുന്നുണ്ട് ഇവര്, മുത്തുനബിയും ഇദാസും സംസാരിക്കുന്നുണ്ട്. അവസാനം ഇദാസ് മുത്തുനബിന്റെ ശിരസ് ചുംബിക്കണത് ആര് കണ്ട്? ഈ ഉത്തുബയും ഷൈബയും കണ്ട ഉടനെ ഇദാസ അതിനെ ഞങ്ങൾ പറഞ്ഞേ, അന മുന്തിരി അവരെ ക്ഷീണം കണ്ടപ്പോ മുന്തിരി കൊടുത്ത ഞാൻ പറഞ്ഞല്ലേ. എന്നിട്ട് അവിടെ ചെന്നിട്ട് കാര്യം എന്നെ വിളിച്ച് ഷൈബ വന്നേ, അല്ല ഇദാസ് വന്നപ്പോ ചോദിച്ചു, ഉത്തുബയും ഷൈബയും ചോദിച്ചു, എന്തിനാ അങ്ങോട്ട് പോയത്? ആ മുന്തിരി കൊടുക്കാനല്ല എന്നോട് പറഞ്ഞേ. അവിടെ ചെന്ന് കാണ്ട് കുടുംബം തെളിയിക്കാം, അവിടെ ചെന്ന് കാണ്ട് വർത്താനം പറഞ്ഞിരുന്നിട്ട് എന്തിനാ അവരെ കൈ പിടിച്ച് നീ ചുംബിച്ചത്?
ഹിദാസ് പറഞ്ഞു, അല്ലാഹുവേ അതാരാണെന്നറിയോ? അത് പ്രവാചകനാണ്. ആ പാവപ്പെട്ട മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഞാൻ പഠിച്ചെടുക്കുകയായിരുന്നു. എന്റെ നാട്ടിലെ എന്റെ പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരനായ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ചില ചരിത്രങ്ങൾ കേട്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയതാണ്. ആ തങ്ങളെ പൊരുത്തം വാങ്ങാനാണ്. ആ തങ്ങളെ പൊരുത്തം വാങ്ങാനാണ്. അല്ലാഹുവേ ആ തങ്ങളെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അവരെ കൈപിടിച്ചു ചുംബിച്ചത്. ഇദാസ് മറുപടി പറഞ്ഞു. ഉടനെ തന്നെ അവരെ ഉദാസിനൊരു കൊട്ട് കൊടുക്കുകയാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ ഒരൊറ്റ കൊട്ട് ആരാ? ഇദാസിനെ ഉത്ബയും ഷൈബത്ത് ഒരൊറ്റ കിക്കറ കൊടുത്തിട്ട് പറഞ്ഞു, അന്നെ അതിനെ അങ്ങോട്ട് പറഞ്ഞത് അന്നെ മുന്തിരി കൊടുക്കാൻ വേണ്ടി പറഞ്ഞല്ലേ, ഓന്റെ മതത്തില് അവരെ മതത്തിൽ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇദാസിനെ അവിടെ നിന്ന് ചെറിയ രൂപത്തിൽ വേദനിപ്പിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞ ആ ത്വായിഫിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. അവിടെ ചെന്നപ്പോഴും മുത്തുനബിക്ക് പീഡനം. പിന്നെ ഏതാ അറിയുന്ന മക്കയിലേക്ക് തന്നെ തിരിച്ചു വരാം. മക്കയിലേക്ക് തിരിച്ചു വന്നാലിന് അക്രമങ്ങളില്ല എന്ന കരാറോടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ പാവങ്ങളാണ്, സാധുക്കളാണ്, പട്ടിണി പാവങ്ങളാണ്, ഒന്നിനും വകയില്ലാത്തവനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിലേക്ക് തിരിച്ചു ചെന്നപ്പോഴാണ് മുത്തു റസൂലുള്ളാഹിന്റെ അനുയായികളായ മഹാന്മാരായ സ്വഹാബത്തിലെ ആ സ്വഹാബത്തിനെ എല്ലാം ഖുറൈശികളെ ആക്രമിക്കുകയെന്നു എന്ന വാർത്ത അറിഞ്ഞു. മുത്തു റസൂലുള്ളാഹിന്റെ അനുയായികളെ മക്കക്കാരെ ആക്രമിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ മഹാനായ അസ്ർ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഭാര്യയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ, അവർ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരില് അവര് മുത്തു റസൂലുള്ളാഹിന്റെ യഥാർത്ഥമായ ദീനീ പാതാവിലേക്ക് കടന്നു വന്നതിന്റെ പേരില് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ ഖുറൈശികൾ ആക്രമിക്കുകയാണ്. ഈ അസ്ർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളഞ്ഞില്ലേ, സുമയ്യ ബീവി റളിയല്ലാഹു അൻഹുവിനെ ആക്രമിച്ചില്ലേ, അവിടുത്തെ മക്കളായ അമ്മാർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചെറിയ മക്കളാണ്. ആ മക്കൾക്ക് ക്രൂരപീഡനം ഏൽക്കേണ്ടി വന്നില്ലേ, അവരെ പട്ടിണിക്കിടുകയാണ്. ചുട്ടുവഴുത്ത മണലാരണ്യത്തിൽ പോയി വസ്ത്രമില്ലാതെ കിടത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ ഖുറൈശികളായ ആളുകൾ വന്നുകൊണ്ട് ചുട്ടുവഴുത്ത കമ്പിപ്പാര കൊണ്ടുവന്ന് ആ ശരീരത്തിലേക്കായി തിറക്കുകയാണ്. പീഡനങ്ങളുടെ നാൾവഴികളാണ്, സങ്കടത്തിന്റെ നാൾവഴികളാണ്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു, ഹബീബായ തങ്ങളുടെ പാട്ടുകാരനായ, ഹബീബായ തങ്ങളുടെ മദീനയുടെ പൂങ്കുയിൽ മഹാനായ ബിലാൽ ഉമയ്യത്തിന്റെ കയ്യിൽ നിന്ന് ചാട്ടവാറ കൊണ്ട് അടി ലഭിച്ചിട്ട് അടി കിട്ടിയിട്ട് പോലും അല്ലാഹു അഹദെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ബിലാൽ മുത്തുനബിക്ക് മാത്രമല്ല മുത്തുനബിന്റെ അനുയായികൾക്കും പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയാണ്. സ്വഹാബത്ത് വന്ന് പലപ്പോഴും പറഞ്ഞു, നബിയേ ഒന്ന് തിരിച്ചടിക്കല്ലേ നബിയേ, എത്ര കാലമാണ് ഇവരുടെ ആട്ടും തുപ്പും കേട്ട് നമ്മൾ കഴിയുന്നത്, ഭക്ഷണം തരാതെ വെള്ളം തരാതെ പിറന്ന നാട്ടിലൊന്ന് താമസിക്കാൻ പോലും കഴിയാതെ അള്ളാന്റെ ഹബീബേ എന്ന് നമ്മൾ ഇങ്ങനെ അക്രമമേറ്റി കിടന്നാ മതിയോ നബിയേ എന്ന്
എന്ന് നമ്മൾ എങ്ങനെ പീഡനം സഹിച്ച് കടന്നാ മതിയോ നബിയെ? ഒന്ന് തിരിച്ചടിക്കണ്ടേ റസൂലേ? അല്ലാഹുവിന്റെ ഹബീബ് സമ്മതിച്ചില്ല. വേണ്ട സ്വഹാബ, എല്ലാത്തിനും ക്ഷമയാണ് വേണ്ടത് സ്വഹാബ, എല്ലാത്തിനും ക്ഷമയാണ് വേണ്ടത് സ്വഹാബ. ആരംഭ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനെ യാസ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടില്ലേ, ഷഹീദായില്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹു അഹദ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന്റെ പേരില്, മുത്തുനബിയുടെ അനുയായിയാണെന്ന് പറഞ്ഞതിന്റെ പേരില് തന്റെ അടിമയായ ബിലാൽ തങ്ങളെ ഉമയ്യത്ത് അതാ മണലാരണ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ചുട്ടുപഴുത്ത മണൽ മരുഭൂമിയിൽ കൊണ്ടുവരികയാണ്. എങ്ങനത്തെ മരുഭൂമിയാണ്? സൂര്യപ്രകാശം അതിവേഗത്തിൽ ഭൂമിയിലേക്ക് അടിച്ചു വീശുന്ന സ്ഥലമേതാ? അതിവേഗത്തിൽ സൂര്യപ്രകാശം ഏറ്റവും വേഗത്തിൽ വരുന്ന സ്ഥലമേതാണ്? ആ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കിടത്തുകയാണ്. രണ്ട് ഭാഗത്തേക്കും കൈകാലുകൾ കൂട്ടിക്കെട്ടിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മണലാരണ്യത്തിൽ കിടത്തിയിട്ട് ചുട്ടുപഴുത്ത കമ്പിപ്പാറ കൊണ്ടുവന്ന് അടിക്കുകയാണ്. വലിയ വലിയ പാറക്കല്ല് കൊണ്ടുവന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലെ വയറ്റത്തും നെഞ്ഞത്തും ഇങ്ങനെ കെട്ടിവെക്കുകയാണ്. എന്തേ ബിലാൽ തങ്ങൾ ചെയ്തതെന്താണ്? ബിലാൽ റളിയല്ലാഹു അൻഹു ചെയ്ത തെറ്റ് എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഓരോ കമ്പിപ്പാര കൊണ്ട് അടി കിട്ടുമ്പോഴെല്ലാം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അല്ലാഹു അഹദന്നാണ്. എത്ര അക്രമങ്ങൾ ബിലാൽ തങ്ങൾ കേൾക്കേണ്ടി വന്നില്ലേ? എത്ര പ്രയാസങ്ങൾ ചുട്ടുപഴുത്ത മണൽ മരുഭൂമിയിൽ കിടന്ന് പിടഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹു ഓരോ ചാട്ടവാറിന്റെ അടി ശരീരത്തിൽ വെള്ളം വീണുമ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞ ഒരേ ഒരു നാമം അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. മൂക്കറ്റം മദ്യപിച്ച് ഉമയ്യത്ത് ബിലാൽ തങ്ങളുടെ ശരീരത്തിൽ വന്ന വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ടുവന്ന് എറിയുന്ന സമയത്ത് പോലും ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അല്ലാഹു അഹദ് എന്ന മനോഹരമായ വചനമാ. ക്ഷമയോടെ നേരിട്ട ബിലാൽ പ്രതിസന്ധികളിലും കഷ്ടപ്പാടിലും പ്രശ്നങ്ങളിലും തിരിച്ചടിക്കാതെ, തിരിച്ചൊരു വാക്ക് പോലും പറയാതെ, തിരിച്ചൊരു കുറ്റപ്പെടുത്തുന്ന വാക്ക് പോലും പറയാതെ തന്റെ ആദർശത്തിൽ അടിയുറച്ചു നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അല്ലാഹു അക്ബർ എന്ന. കടുത്ത മരുഭൂമിയാണ്, മണൽ മരുഭൂമിയിൽ കടുത്ത സൂര്യന്റെ പ്രകാശത്തിന്റെ ചൂട് താങ്ങാൻ കഴിയാതെ, ചുട്ടുമഴുത്ത കമ്പിപ്പാറയുടെ ചൂട് താങ്ങാൻ കഴിയാതെ, വലിയ വലിയ പാറക്കല്ലിന്റെ കനം താങ്ങാൻ കഴിയാതെ, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, വെയിലിൽ നിന്നുള്ള അകന്നു നിൽക്കാൻ തണലില്ല, ശരീരം ആകെ തളർന്നു പോയി. ശരീരമാകെ തളർന്നുപോയി. ബിലാൽ തങ്ങളുടെ ശരീരമാകെ തളർന്നുപോയി. ആ ബിലാൽ റളിയല്ലാഹു അൻഹു വെള്ളത്തിന് വേണ്ടി ദാഹം വരികയാണ്. ദാഹിച്ച് കുറച്ച് വെള്ളം ചോദിച്ച സമയത്ത് ഉമയ്യത്ത് ചെയ്തതെന്തെന്നറിയോ? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞത്ത് ചവിട്ടി കയറുകയാണ്. മലർത്തി കിടത്തിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞത്ത് ചവിട്ടി കയറിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായ തുറന്നിട്ട് വെള്ളം ചോദിച്ച ബിലാൽ തങ്ങളുടെ വായയിലേക്ക് ഉമയ്യത്തദാ മൂത്രമൊഴിച്ചു കൊടുക്കുകയാണ്. അല്ലാഹ്, എത്ര സങ്കടമാണ്, എത്ര പീഡനങ്ങളാണ് മഹാന്മാരായ സ്വഹാബത്ത് അനുഭവിച്ചതെന്നറിയോ? അല്ലാഹുവേ, ബിലാൽ റളിയല്ലാഹു അൻഹു
ഇങ്ങനെ പുറത്തേക്ക് തുപ്പിക്കളയുകയാണ്. അല്ലാഹ് എത്ര വിഷമങ്ങളാണ് ബിലാൽ തങ്ങൾ അനുഭവിച്ചത്. മദീനയുടെ പൂങ്കുയിലായ മുത്തുനബിയുടെ പ്രിയപ്പെട്ട പാട്ടുകാരനായ മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഭാഗകാരനായ മുത്തുനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ ബിലാൽ കറുകറുത്ത ശരീരമാണെങ്കിലും ശരീരത്തിന്റെ കവയാതലത്തിന്റെ അകത്ത് വെളുത്ത പ്രകാശ കൊട്ടാരം പണിത മഹാനായ ബിലാൽ ഉമയ്യത്തിന്റെ അടിമപ്പാതളത്തിൽ നിന്ന് തക്ബീർ മുഴക്കിയ ബിലാൽ. ബിലാലേ, നിനക്ക് വേണ്ടതെല്ലാം നൽകാമെന്ന് സ്വപ്ന വാഗ്ദാനം ഉമയ്യത്തുമെന്ന് പറഞ്ഞപ്പോഴും അതെല്ലാം തട്ടിമാറ്റി അല്ലാഹു അക്ബർ എന്ന ആദർശത്തിൽ ഉറച്ചു നിന്ന ബിലാൽ യാസർ തങ്ങൾക്ക് വന്നതുപോലെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ശത്രുക്കളെ വന്ന് വിച്ഛേദിക്കുമെന്ന് ഉറപ്പായിട്ട് പോലും അല്ലാഹു അക്ബർ എന്ന ആദർശത്തിൽ ഉറച്ചു നിന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. മുഹമ്മദിന്റെ അനുയായിയാണെന്ന് പറയുമ്പോഴല്ല ഓരോ ചാട്ടവാറ കൊണ്ടുവന്ന് ഉമയ്യത്തും കിങ്കരന്മാരും ബിലാൽ തങ്ങളെ ആക്രമിക്കുകയാണ്. അടികൊണ്ടിട്ട് വേദനിച്ചിട്ട് കരയാ പോലും കണ്ണിൽ കണ്ണുനീര് ബാക്കിയില്ലാതെ കഷ്ടപ്പെടുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആ മണലാരണ്യത്തിൽ കിടന്ന് തന്റെ ആദർശത്തിൽ ഉറച്ചു നിന്ന് അല്ലാഹു അക്ബർ എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാ. അപ്പോഴും അതാ വലിയ വലിയ പാറക്കല്ല് കൊണ്ടുവരികയാണ്. പട്ടിണി കിടക്കുന്ന ബിലാൽ തങ്ങളെ ഭക്ഷണം കഴിക്കാനില്ലാതെ വെള്ളം കുടിക്കാനില്ലാതെ ഒരൊറ്റ നേരം വെള്ളം കുടിക്കാനില്ലാതെ ദാഹിച്ചു വലഞ്ഞ ബിലാൽ തങ്ങളുടെ ശരീരത്തിലേക്ക് വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് വെച്ചപ്പോൾ പോലും ബിലാലെ ഒന്ന് മാറിക്കോ ബിലാലെ, നിന്റെ ആദർശത്തിൽ നിന്ന് പിന്മാറി ബിലാലെ, നിന്റെ ആദർശത്തിൽ നിന്ന് മാറി നിൽക്കടാ ബിലാലെ, മുഹമ്മദ് തങ്ങളെ മതത്തിൽ നിന്ന് പിന്മാറൂ ബിലാലെ, നിനക്ക് സ്വർണത്തിന്റെ കൊട്ടാരം തരാം ബിലാലെ, ഈ മദീനയിൽ മക്കയിൽ നിനക്ക് വലിയ വലിയ മോഹങ്ങളല്ല, നിന്റെ മോഹത്തിനനുസരിച്ചുള്ള വാഗ്ദാനങ്ങൾ ഞാൻ തരാം ബിലാലെ. ഓരോ പാറക്കല്ലുകൾ നെഞ്ചിൽ വെക്കുമ്പോൾ തന്റെ ശരീരത്തിലുള്ള ശബ്ദമതാ ഓരോ അടികൊള്ളുമ്പോഴും താഴ്ന്നു പോവുകയാണ്. ആ ശബ്ദം നിലക്കുന്നത് വരെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് മനസ്സിൽ നിന്ന് ലോകം കേട്ടത് അല്ലാഹു അക്ബർ എന്ന ആദർശമാ. അല്ലാഹു അക്ബർ എന്ന ആദർശമാ. അങ്ങനെ അക്രമങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ നിന്നും പ്രതികരിച്ചില്ല. വിവരങ്ങളെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് പ്രതികരിച്ചില്ല. ഓരോ സംഭവങ്ങളോ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് വിവരങ്ങൾ പറയുന്നുണ്ട്. യാസർ റളിയല്ലാഹു അൻഹു ശഹീദായ വിവരം അല്ലാഹുവിന്റെ ഹബീബ് അറിഞ്ഞപ്പോ അവിടുന്ന് മുത്തുനബി ദുആ ചെയ്തു, അല്ലാഹ് യാസറിന് കുടുംബത്തിന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം കൊടുക്കണമല്ലാ. യാസറിന് കുടുംബത്തിനോ സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം കൊടുക്ക അല്ലാ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത്. അപ്പോഴൊക്കെ മുത്തുനബി അവർക്ക് മാപ്പ് കൊടുത്തു. അപ്പോഴൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെയൊക്കെ പീഡനങ്ങൾ ഉണ്ടായിട്ട് പോലും അവസാനമാണ് ബദറിൽ എത്തിപ്പെടുന്നത്. അവിടെ ഒന്നും മുത്തുനബി തിരിച്ചടിച്ചില്ലല്ലോ. അവിടെ ഒന്നും അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചടിക്കാൻ ഒരു ആഹ്വാനവും കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സ്വൈര്യണ്ട മുത്തുനബിക്ക് മക്കയിൽ നിൽക്കാൻ. മുത്തുനബിക്ക് മാത്രല്ല, അനുയായികൾക്ക് കാണുന്നിടത്തുനിന്നൊക്കെ അക്രമം. എവിടെയും ഭക്ഷണം കിട്ടുന്നില്ല. ഭക്ഷണം വെള്ളം തടഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പാലേക്കാണ്. ഇന്ന നാട്ടിലെ ഇന്ന ആക്ക് ഈ മഹലിൽ നിന്ന് ഭക്ഷണം കൊടുക്കരുത്, അങ്ങനെയൊന്നും തീരുമാനിക്കരുത്. ഒരാളെ തീരുമാനിച്ചത് ഒരു മുസ്ലിമിനെയോ ഒരു അമുസ്ലിമിനെയോ ഒരു ക്രിസ്ത്യാനെയോ വേർതിരിച്ച് ഒന്നും ആർക്കും തടയാൻ പാടില്ല.
എല്ലാവരും പാവപ്പെട്ടവരാണ്. മതസൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിയേണ്ടവരാണ് നമ്മൾ. തീവ്രവാദ ചിന്തകൾ നമ്മളിൽ ഉണ്ടായിക്കൂടാ. നമ്മുടെ അയൽവാസി മുസ്ലിമാണ്, അവന് വെള്ളം കൊടുക്കണം കിണറ്റിന്ന്. നമ്മൾ അയൽവാസി ഒരു ചേട്ടനാണ്, അവർക്ക് വെള്ളം കൊടുക്കണം നമ്മളെ കിണറ്റിന്ന്. നമ്മുടെ അയൽവാസി ഒരു ഹൈന്ദവനാണ്, ഒരു നായരാണ്, അവർക്ക് നമ്മുടെ കിണറ്റിൽ നിന്ന് വെള്ളം കൊടുക്കണം. അപ്പോഴല്ലേ നമ്മൾ യഥാർത്ഥ മുസ്ലിമീങ്ങളാവാ. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ആദർശം അങ്ങനെയല്ലേ? മുത്തുനബിയുടെ സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന ആദർശം അങ്ങനെയല്ലേ? ഇതൊക്കെ നമ്മൾ ചരിത്രം നല്ലതുപോലെ പഠിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ തീർന്നോ? ഇതുകൊണ്ട് തീർന്നിട്ടില്ല. എത്ര ഉദാഹരണങ്ങൾ എടുത്ത് പറയാണ്ട്, എത്ര ഉദാഹരണം. ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആരാ? വലിയ കുലീന കുടുംബത്തിൽ പിറന്നവരാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഭക്ഷണം കഴിച്ചില്ല, ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ വന്നപ്പോ സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഉമ്മ നിങ്ങൾ എന്തെങ്ങനെ പട്ടിണി കിടക്കണം, എന്താ ഭക്ഷണം കഴിക്കാത്തത്? ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കാനാ? ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ മുഹമ്മദ് തങ്ങൾ എന്ന ആ പ്രവാചകന്റെ മതത്തിൽ നിന്ന് നീ വിശ്വസിച്ച ആദർശം ഉണ്ടല്ലോ, അതിനട് പിന്മാറണം. അതിനട് പിന്മാറണത് വരെ ഉമ്മ ഭക്ഷണം കഴിക്കൂല. പട്ടിണി കിടന്ന് മരിച്ചാലേ വേണ്ടില്ല, മുഹമ്മദ് തങ്ങളെ മതത്തിൽ നിന്ന് പിന്മാറുന്നത് വരെ ഉമ്മ ഭക്ഷണം കഴിക്കൂല. സാദ് തങ്ങൾ ഉമ്മ പറഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ്, ഉമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോളി, ഞാൻ ചെയ്തുതരാം. പക്ഷേ ഞാൻ വിശ്വസിച്ച മുത്തുനബിയുടെ ആദർശത്തിൽ നിന്ന് പിന്മാറാൻ ഉമ്മ പട്ടിണി കിടന്നാലും വേണ്ടിയില്ല, ഞാൻ എന്ന് പിന്മാറൂല. ആര് പറഞ്ഞു? സഅദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു. ഒക്കെ എഴുതി വെക്കി, ചരിത്രങ്ങളൊക്കെ എഴുതി വെക്കി. സ്നേഹിച്ചവരെ, എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് അനുഭവിച്ചത്. മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തി, സ്വത്ത് തരൂല എന്ന് പറഞ്ഞു. മിസ്അബ് റളിയല്ലാഹുവിന്റെ കുടുംബം വലിയ കുടുംബമാണ്, ഒരുപാട് സ്വത്തുള്ള കുടുംബമാണ്. ഓല് പറഞ്ഞ, മിസ്അബേ മുത്തുനബിന്റെ ആദർശത്തിൽ നിന്ന് പിന്മാറിക്കോ, നീ സ്വത്തുണ്ടാവും, ഇല്ലെങ്കിൽ എനിക്ക് സ്വത്തുണ്ടാവില്ല. മിസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ ഞാൻ പോവാ. എങ്ങട്ട്? ഞാൻ മുത്തുനബിന്റെ അടുക്കൽ പോവാൻ. മുത്തുനബിന്റെ അടുക്കൽ പോവാ? ആ പോവാ. എന്നാലേ എന്റെ വിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരണ്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ തിരിച്ചു വന്നില്ല, ഞാൻ മുത്തുനബിന്റെ അടുക്കൽ പോവാണ്. മിസ്അബേ പോ നിക്കട്ടെ, ഇജ്ജ് ധരിച്ച വസ്ത്രം ഉണ്ടല്ലോ, ആ വസ്ത്രം ഉമ്മ വാങ്ങിത്തന്നതാണ്, ബാപ്പ വാങ്ങിത്തന്നതാണ്. ആ വസ്ത്രം കൂടി ഇവിടെ അഴിച്ചു പോയിക്കോ. മിസ്അബ് റളിയല്ലാഹു അൻഹു വസ്ത്രത്തിന്റെ ബട്ടൺ അയക്കാൻ തുടങ്ങി. നല്ല വസ്ത്രമാണ്, പഴയ കേറി പറഞ്ഞ വസ്ത്രമൊന്നല്ല. ബിലാൽ മിസ്അബ് റളിയല്ലാഹു അൻഹു അങ്ങനത്തെ കുടുംബത്തിൽ വളർന്ന ആളാണ്, നല്ല കുടുംബത്തിൽ. അവിടെ ഇവിടെയും തുന്നി പിടിപ്പിച്ച വസ്ത്രം ഒന്നല്ല. നമ്മളൊക്കെ പണ്ട് പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പോ കാണാം, ഈ ഒരു കുടുക്ക് ഇങ്ങോട്ട് ഇട്ടുണ്ടാവും, കൊളറുണ്ടാവും, ഇങ്ങനെ കിടക്കണം. അല്ലെങ്കിൽ ഇവിടെ കുടുക്കുണ്ടാവില്ല, എന്നിട്ട് അവിടെ ഉമ്മന്റെ തട്ടത്തും ഉമ്മച്ചിന്റെ തട്ടത്തിന്റെ പിന്നു കുത്തി വെച്ചിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മളെ വസ്ത്രം അല്ലേ? ഇവിടെ അങ്ങനെ പിന്നിങ്ങനെ കുത്തിയേക്കും, കുറെ പിന്നുത്തുമ്പോ ഇവിടെ കുത്തും, അവിടെ കുത്തും, കുറെ പിന്ന്. ഡ്രസ്സാണ് ഇങ്ങനെ കിടക്കണം, ഇസ്ത്രി ഇട്ടാലും വേണം ഇങ്ങനെ കിടക്കണം. എന്താ കിടക്കണ്? ഇവിടെ കുടുക്കുണ്ടാവില്ല. അത് ഉമ്മച്ചി ഒന്നരിക്ക തച്ച് തിരുമ്പുമ്പോ അത് പൊട്ടിണ്ടാവും. ഇല്ലെങ്കിൽ നമുക്കൊരു പണിയുണ്ട്, ഒരു പണിയില്ല. ഇപ്പൊ നോമ്പായി പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നീനി. അല്ലെങ്കിൽ ചിലപ്പോ ക്ലാസ്സിലൊക്കെ ഇരുന്നാല് പിന്നെ വെറുതെ ഇങ്ങനെ ഈ കുടുക്ക് ഇങ്ങനെ കടിച്ച് ഇങ്ങനെ പൊടിച്ചിരുന്ന സ്വഭാവമുണ്ട്. എനിക്കല്ലേട്ടോ, അങ്ങനെ ചില ആളുകൾക്കൊക്കെ നോമ്പായി പോയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നീനി. അങ്ങനെ കടിച്ചു ഇങ്ങനെ പൊട്ടിച്ചു, അങ്ങനെ കുടുക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തെല്ലാം സങ്കടങ്ങള്, എന്തെല്ലാം വിഷമങ്ങള്. പക്ഷെ അതൊന്നും ആർക്കില്ല, മിസ്അബ് തങ്ങൾക്കില്ല. നല്ല ഡ്രസ്സാണ്, നല്ല വസ്ത്രമാണ്. മിസ്അബ് റളിയല്ലാഹു അൻഹു ഒന്നും നോക്കിയില്ല, വസ്ത്രം ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. ഉമ്മ ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ മുമ്പിൽ വസ്ത്രം അയച്ചു കൊടുത്തിട്ട് മിസ്അബ് റളിയല്ലാഹു അൻഹു വീടിന്റെ പടിയിറങ്ങി എന്നേക്കുമായി മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദർശത്തിൽ അടിയുറച്ചു നിന്നു.
എന്തേ മുത്തുനബി അവർക്ക് കൊടുത്തത്? സ്നേഹമാണ് മുത്തുനബി അവർക്ക് കൊടുത്തത്. സ്നേഹം. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹമാണ് നൽകിയത്. സ്നേഹം നൽകി പ്രിയപ്പെട്ട സ്വഹാബത്തിന്. സ്നേഹം നൽകിയാ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതാണ് ഈ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിച്ചു കഴിഞ്ഞാലേ ആ പ്രേമത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ വല്ലാത്ത പാടാണ്. അതുകൊണ്ട് പ്രേമിക്കുന്നതിന് മുമ്പ് കാമുകന്മാര് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹം ഉമ്മമാര് ആദ്യം തന്നെ മക്കൾക്ക് കൊടുത്തോണ്ടി. സ്നേഹം കൊണ്ട് പറയാം, ബാപ്പമാർ ആ സ്നേഹം ആദ്യം തന്നെ മക്കൾക്ക് കൊടുത്തോണ്ടി. നിങ്ങൾ ഇങ്ങനെ കുട്ടികളോട് സർവ്വസമയത്തും അങ്ങനെ ചാടി കളിച്ചാലേ സ്നേഹം കൊടുക്കുന്നിടത്തേക്ക് മക്കള് പോകും. നല്ലോണം ശ്രദ്ധിക്കണം. ഒന്നും ഉണ്ടായിട്ട് പറയില്ല, കുറേ അനുഭവങ്ങളും കാര്യങ്ങളും കേൾക്കണോണ്ട് പറയാം. മക്കളോട് എപ്പോഴും ചാടി കളിക്കണ പോലെ നല്ലോണം ശ്രദ്ധിക്കാം. നല്ലോണം ചാടി കളിക്കണം. ഇനി പറയാൻ നിൽക്കണ്ട, കേട്ടില്ല എന്നോട് ചൂടാൻ നിൽക്കണ്ട, ഞാൻ കണ്ണുകൊണ്ടൊന്ന് ഉറുക്കി കാട്ടാൻ നിൽക്കണ്ട. മക്കളോടും പറയണം, എല്ലാരോടും പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാത്ത പ്രേമൊന്നും വേണം. സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ സ്നേഹം മനസ്സിനോട് പോകണമെങ്കിൽ വല്ലാത്ത പാടാണ്. അത് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അതിനൊക്കെ നമ്മൾ മന്ത്രിക്കുന്നതിനൊരു പരിധിയുണ്ട്. സ്നേഹം നല്ലോണം മനസ്സിലായിട്ട് പിടിച്ചാണ്ടല്ലോ പിന്നെ എന്ത് കാട്ടിയിട്ടും കാര്യം ഉണ്ടാവില്ല. 1000 പവൻ ഒന്നിച്ച് വാങ്ങിത്തരാന്ന് കാര്യം ഉണ്ടാവില്ല. എനിക്ക് ഓനെ തന്നെ മതി എന്ന് പറയും. കാരണം എന്താ, മനസ്സിന്റെ ഉള്ളിൽ സ്നേഹം കൊടുക്കാൻ ഓനെ ഉണ്ടായിട്ടുള്ളൂ. ഓ അങ്ങനെ ചോദിക്കും, ഇന്നെന്തേ ചാടിച്ചോ, പുട്ടിക്ക് എന്തേലും കറി, കടലക്കറിയോ, ഏതാ കടല, പട്ടാണി കടലാണോ അതോ മറ്റേ സാധാ കടലാണോ? അപ്പൊ ഇവളിങ്ങനെ ആലോചിച്ചു, റബ്ബേ ഇതൊക്കെ അന്വേഷിക്കാണല്ലോ, അപ്പൊ എന്നെ നല്ലോണം സ്നേഹിക്കണ്ടല്ലോ. അങ്ങനെയാണ് ഓരോന്നോരോന്ന് അന്വേഷിക്കും. കുത്തി ചോദിച്ചു അന്വേഷിക്കും. ഇന്നെന്താ ചായ കുടിച്ചോ, ഇന്നെന്താ എനിക്കൊരു ഉഷാറില്ലേ? അപ്പൊ ഒരു എപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങി നീച്ചു വരേക്കാരെ ഒരു ഉഷാറ് കുറവുണ്ടാവും. എന്നാലും എനിക്ക് ഉഷാറില്ല, എനിക്ക് ഉഷാറില്ലാത്തും കൂടി ഓനറിയട്ടോ, ഓന ആള് സംഭവാട്ടോ. പിന്നെ സംഭവമായി, മഹാസംഭവമായി. അതാ ഞാൻ പറഞ്ഞത്, മക്കൾക്ക് നിങ്ങൾ സ്നേഹം കൊടുക്കുക. നിങ്ങൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞാലേ ആ കുട്ടി തുറന്നിട്ട് പറയും, മോനെ നിർത്തിക്കളടാ, എന്റെ സ്നേഹത്തിലേറെ സ്നേഹം തരാൻ എന്റെ ഉമ്മ എനിക്ക് എന്റെ വീട്ടിലുണ്ട്. അൽഹംദുലില്ലാഹ്, എന്റെ സ്നേഹത്തിലേറെ ഡബിൾ സ്നേഹം തരാൻ എന്റെ ബാപ്പന്റെ എനിക്ക്. അതുകൊണ്ട് മോനെ നിർത്തിക്കളാ, എന്റെ അടവ് എന്റെ അടുത്തൊന്നും നടക്കൂല. നിങ്ങളെ പെൺകുട്ടി തുറന്നട് പറയും. പെൺകുട്ടികളല്ല ആൺകുട്ടികളും തുറന്നു പറയും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ആദ്യം പെൺകുട്ടികളെ മാത്രം പറഞ്ഞാൽ മതി, ഇപ്പൊ ആൺകുട്ടികളെയും പറയണം. തുറന്നട് പറയണം. അതെന്താ, ഉമ്മയും ബാപ്പയും നല്ലോണം സ്നേഹം കൊടുക്കണം. ഉമ്മയും ബാപ്പയും നല്ലോണം സ്നേഹം കൊടുത്താൽ ഉറപ്പാണ് മക്കൾ ആ സ്നേഹത്തെ മതക്കും. മഹാനായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിന്റെ സ്നേഹത്തിലൂടെ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ എല്ലാം വലിച്ചെറിഞ്ഞ് അല്ലാഹു അക്ബർ എന്ന ആദർശത്തിൽ അടിയുറച്ചു നിൽക്കണമെങ്കിൽ ത്യാഗങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് വന്നപ്പോഴും അവിടെ നിന്നും പതറിയില്ലല്ലോ മഹാനവറുകൾ. മഹാന്മാര് പതറിയില്ല. യാസിർ റളിയല്ലാഹുവിനെ മരുഭൂമിയിലിട്ട് ചാട്ടവാറ കൊണ്ട് അടിച്ചപ്പോ യാസിർ റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയെ അല്ലാഹുവേ മുത്തുനബിയുടെ ആദർശത്തിൽ അടിയുറച്ചു എന്ന ഒരൊറ്റ പേരില് സുമയ്യ ബീബി റളിയല്ലാഹു അൻഹ എന്ന പെണ്ണിനെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളെ പോലെ ആരോഗ്യമുള്ള അഴകുള്ള പ്രിയപ്പെട്ട സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയെ ഒരു തണലില്ലാതെ ചുട്ടുപഴുത്ത മണൽ മരുഭൂമിയിൽ മലർത്തിക്കിടത്തിയിട്ട് കമ്പിപ്പാറ കൊണ്ട് അടിച്ചെങ്കിലേ മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിന്റെ അകത്ത് മുത്തുനബിയുടെ അല്ലാഹു അക്ബർ എന്ന ആദർശം സ്നേഹത്തിൽ അങ്ങ് ലയിച്ചു കയറിയതാണ്. അതിൽ നിന്ന് പിന്മാറാതിരിക്കാൻ കാരണം. ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു. എത്ര പീഡനങ്ങൾ അടിമച്ചന്തയിൽ കഴിയുന്ന കാലം ബിലാൽ റളിയല്ലാഹു അൻഹു അനുഭവിച്ചു. അടിമച്ചന്തയിൽ കിടക്കുന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ചെങ്ങല കിട്ടിയില്ലേ അവരെ? പ്രിയപ്പെട്ട ഉമ്മയുടെയും ബാപ്പയുടെയും മുന്നിൽ വെച്ചിട്ട് ബിലാൽ എന്ന പ്രിയപ്പെട്ട സ്വഹാബിയെ, പ്രിയപ്പെട്ട ആ ചെറുപ്പക്കാരനെ എന്ത് യാതി അടി. ബിലാൽ തങ്ങൾ പാട്ടുകാരനാണ്, പഴയ കാലത്തെ പാട്ടുകാരനാണ്. ഉമയത്ത് എന്ത് പോവും, കല്യാണത്തിനൊക്കെ പോകുമ്പോ ബിലാൽ തങ്ങളെ കൊണ്ടുപോയിട്ട് പാട്ട് പാടിപ്പിക്കും.
റാണിമാരും പെൺകുട്ടികളും വന്ന് ഡാൻസ് കളിക്കുമ്പോ ബിലാൽ എന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ കൊണ്ട് ഈണത്തിൽ പാട്ട് പാടിപ്പിക്കുമായിരുന്നു. അവരെ പാട്ട് പാടിപ്പിക്കും. അത്രയും നല്ല ഈണത്തിൽ പാട്ട് പാടുന്നവരാണ് മഹാനായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ തങ്ങൾക്ക് പീഡനങ്ങൾ അനുഭവിച്ചപ്പോ ബിലാൽ തങ്ങൾ വിളിച്ചു പറഞ്ഞ അല്ലാഹു അക്ബർ, സ്നേഹം, അല്ലാഹു അക്ബറിലൂടെ സ്നേഹം മനസ്സിലങ്ങ് ലയിച്ചു കയറി. അത് മാറ്റാൻ ഒരുത്തനെ കൊണ്ടും കഴിയില്ല. എത്ര വലിയ ആദർശ പോരാളി വന്ന് പ്രിയപ്പെട്ട മുസൽമാന്റെ പ്രിയപ്പെട്ട വിശ്വാസിയുടെ ഈമാനോടെയുള്ള സ്നേഹത്തിൽ ലയിച്ചു ചേർന്ന വിശ്വാസത്തിനെ അതിനെ തുരങ്കം വെക്കാൻ ഒരാൾക്കും കഴിയൂല. കാരണം എന്താ? അത് ചരിത്രങ്ങൾ അങ്ങനെയാണ്. ചരിത്രങ്ങൾ അങ്ങനെയാണ്. എത്ര സ്വഹാബത്തിന്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ പറയാണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാ പ്രിയപ്പെട്ടവരെ? ആരാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നില്ലേ? പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നില്ലേ? പ്രതിസന്ധികളുടെ തീച്ചൂളകൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നേരെ വന്നില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നാളെ പറയുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന രംഗം. ഉമർ റളിയല്ലാഹു അൻഹു ബദറിലേക്ക് വരുന്നതിന് മുമ്പ് ഇസ്ലാമിലേക്ക് വന്ന രംഗം ഇൻഷാ അല്ലാഹ് നാളെ പറയുന്നുണ്ട്. നാളെ അത് പറഞ്ഞിട്ടാ തുടങ്ങാം. അങ്ങനെ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നപ്പോ ഖുറൈശികളുടെ നടുവിൽ കിടന്ന് മുത്തുനബിയും അനുയായികളും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോ പൂമാലകളെ പോലെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോഴും അവിടെ നിന്നും ഒരു നേരം പോലും സ്വഹാബത്തിന് നിർദ്ദേശം കൊടുത്തില്ല. സ്വഹാബ, നമുക്കൊന്ന് തിരിച്ചടിച്ചാലോ? മുത്തുനബി തിരിച്ചങ്ങനെ വാക്ക് പറഞ്ഞില്ല. പിന്നെ ബദറിനെ എങ്ങനെ തെറ്റിദ്ധരിക്കും? ബദറിലൂടെയാണ്, ബദറാണ് നമ്മുടെ മാതൃക. നമ്മൾ ബദർ ജയിച്ചടക്കിയവരാണ്. സംഗതിയൊക്കെ ശരിയാണ്. അക്രമം വേണം, ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അവര് ബദറിന്റെ മുഴുവൻ ചരിത്രം പഠിക്കട്ടെ. ബദറും ബദറിലേക്ക് ഇറങ്ങിയ രംഗം ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു വന്ന് അസ്വദിന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് അസ്വദിനെ വെട്ടിനിരുത്തിയ ചരിത്രവും മാത്രം കേട്ടതുകൊണ്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അതിന്റെ മുന്നേ ബദറിനെ കുറിച്ച് തിരിച്ചറിയണം നമ്മൾ. ചില ആളുകൾ അങ്ങനെയാണ്. ബദറിൽ ഹംസ റളിയല്ലാഹു അൻഹു അസദുല്ലാഹി റളിയല്ലാഹു ചാടിട്ട അസ്വദ് അവിടന്ന് മാറിടാ. ഇൻഷാഅല്ലാഹ് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അങ്ങോട്ടൊക്കെ നമ്മൾ എത്തുന്നുണ്ട്. ആ ചരിത്രം പറഞ്ഞിട്ട് കണ്ടോ ഹംസ റളിയല്ലാഹു അൻഹു അസ്വദിനെ വെട്ടിനുരുക്കിയത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് വാളെടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല. ഹംസ റളിയല്ലാഹു അൻഹു അങ്ങനെ ഇറങ്ങണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു ബദറിൽ ഇറങ്ങിയിട്ട് ബദർ ഫതഹാക്കണമെങ്കിൽ അങ്ങനെ ഒരു കാരണമുണ്ട്. അസ്വദിന്റെ നെഞ്ഞത്ത് ചവിട്ടിയിട്ട് അസ്വദിന്റെ കണങ്കാല് തല്ലി ഒടിക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്, വ്യക്തമായ കാരണമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയുടെ മക്കയുടെ പട്ടണത്തിലൂടെ മുത്തുനബിയുടെ ചെറുവിരൽ പിടിച്ചുകൊണ്ട് നടന്നുപോയി. നബിയെ, ആരാണ് തങ്ങളെ ചീത്ത വിളിക്കുന്നവൻ? ആരാണെന്ന് ഉമറിനൊന്ന് കാണണം. തങ്ങളെ ഇനി ഭ്രാന്തനെന്ന് വിളിക്കുന്നവൻ ആരാണ്? ഏത് ഉമ്മ പറ്റ ആൺകുട്ടിക്കാണ് തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ഭ്രാന്തനെന്ന് വിളിക്കാൻ ഇവിടെ ധൈര്യമുള്ളതെന്ന് ഈ ഖത്താബിന്റെ പൊന്നുമോന് ഉമറിന് തിരിച്ചറിയണമെന്ന് പറഞ്ഞ് മുത്തുനബിയുടെ ചെറുവിരൽ പിടിച്ച് മക്കാ പട്ടണത്തിലൂടെ നടന്നുപോയ മഹാനായ സയ്യിദന ഇസ്ലാമിൽ പകരം വെക്കാരനില്ലാത്ത അമരക്കാരനായ സ്വഹാബി മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പണ്ട് എങ്ങനെയായിരുന്നു? മുത്തുനബിയുടെ തലയെടുക്കാൻ വേണ്ടി വാളുമായിട്ട് ഇറങ്ങിയതല്ലേ മഹാനായ സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എവിടെ മുഹമ്മദ് എന്ന് ചോദിച്ചിട്ട്, എവിടെ മുത്തുനബി എന്ന് ചോദിച്ചിട്ട് വാളെടുത്ത് ഇറങ്ങിയവരല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്ത് പറ്റി? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചീറ്റപ്പുലി പോലെ മുത്തുനബിയുടെ തലയെടുക്കാമെന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആരുടെ മുന്നിലാ പരാജയപ്പെട്ടത്? മുത്തു റസൂലുള്ളാഹിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ, മുത്തുനബിയുടെ സ്നേഹത്തിന്റെ മുന്നിൽ പരാജയപ്പെട്ടു. ആ സ്നേഹത്തിലൂടെയാണ് മഹാന്മാരായ സ്വഹാബത്ത് ആ ഒരു ആദർശത്തിൽ അടിയുറച്ചു നിന്നത്. ഇങ്ങനെയൊക്കെ കൊടിയ പീഡനങ്ങളും അക്രമങ്ങളുടെ ചരിത്രങ്ങൾ, ഒരുപാട് ചരിത്രത്തിന്റെ താളുകൾ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ ഇനിയും ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ കുറച്ചുകൂടി
പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ബദറിനെ കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെയാണ് എത്തിയിട്ടില്ല. ബദറിലേക്ക് എത്താൻ ഇതിലേറെ വലിയൊരു പ്രധാനപ്പെട്ട കാരണം വേറെയുണ്ട്. മുത്തുനബിയും സ്വഹാബത്തും ബദറിലേക്ക് പോവാൻ വേറെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. നാളെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ചരിത്രം കൂടി പറഞ്ഞിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്ന ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും പരിശുദ്ധ റമളാനിന്റെ 12-ന് ബദറിലേക്ക് പുറപ്പെടാനുണ്ടായ വ്യക്തമായ കാരണം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ട് ബദറിന്റെ ഓരോ ചലനങ്ങളും നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ബദറിലേക്ക് പോയപ്പോൾ മുത്തുനബിയും സ്വഹാബത്തും ആര് എങ്ങനെയെല്ലാം സഞ്ചരിച്ചു, എന്താണ് അവരെ കയ്യിലുണ്ടായിരുന്നത്, ശത്രുക്കൾ എത്രയായിരുന്നു, എല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹു ബദരീങ്ങളോടുള്ള മഹബ്ബത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ബദരീങ്ങളെ പേരിലും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിലും അൽ ഫാത്തിഹ. ചെറിയൊരു ദുആ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا رحمة للعالمين. أوصل اللهم ثواب ما قرأناه من القرآن العظيم إلى حضرة روح نبينا وسيدنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أصحاب البدرين والحدين وسائر صحابة رسول الله صلى الله عليه وسلم أجمعين. اللهم وإلى حضرة شيخنا سيم ولي الله المدبور قدس الله تعالى سره العزيز. اللهم بحقهم تقبل منا مجلسنا ودعاءنا. اللهم بارك لنا في جميع كل أمورنا وبارك لنا في تعلمنا وتعليمنا وبارك لنا في جميع ما أعطيتنا بركة تامة كما باركت على عبادك الصالحين. اللهم وإلى حضرات من ماتوا منا اللهم اغفر لنا ولهم نور قلوبنا نور قبورنا وقبورهم بنور القرآن وسع قبورنا وقبورهم ببركة القرآن. شرف قبورنا وقبورهم بشرف القرآن. اللهم اجعلنا واهلنا من أهل الجنة ولا تجعلنا ولا أهلنا من أهل النار. اللهم إن لك في كل ليلة من ليالي شهر رمضان متكاء وطلكاء وخلصاء وأمناء من النار. اجعلنا من نتقائك وطلقائك وخلصائك وأمنائك من النار. اجعلنا يا إلهنا يا الله يا الله يا الله من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇന്ന് പറഞ്ഞതിന്റെ ബാക്കി ചരിത്രം നാളെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. എല്ലാവരോടും, എല്ലാ മുത്ത് മുഅ്മിനീങ്ങളോടും വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.